السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷരെ, വളരെ പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സുന്നിവേന സംഘത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ കൂടിയായ ബഹുമാനപ്പെട്ട തങ്ങളവർകളെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ദീനിൻ്റെ കാവൽക്കാരായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, യുവ സഹോദരങ്ങളെ, കർമ്മധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ബഹുമാനമുള്ള ശ്രോതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരട്ടെ. ഈ മജ്ലിസ് ഫലപ്പെട്ട ഒരു മജ്ലിസായി അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവർക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം തുറന്നു തരട്ടെ. മൺമറഞ്ഞു പോയ ഈ നാട്ടിലെ പഴയകാല ദീനിൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്കും വിശിഷ്യ ഇന്നലെ നമ്മിൽ നിന്ന് കൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയായ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒക്കെയായ ബഹുമാനപ്പെട്ട ഉസ്താദ് ബാപ്പു മുസ്ലിയാർക്ക് അല്ലാഹു തആല പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ, പ്രത്യേക മർഹമത്ത് നൽകട്ടെ. അള്ളാഹിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്ന് അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല സാലിഹ്യങ്ങളായ ഊർജ്ജസ്വലരായ പകരക്കാരെ കൊണ്ട് ഉലമാ രംഗവും ഉമറാ രംഗവും അല്ലാഹു തആല വീണ്ടും ഉജ്ജ്വലിപ്പിക്കുകയും
അല്ലാഹു തആല സമുദായത്തിന് കൂടുതൽ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യട്ടെ. എല്ലാവിധ മുസീബത്തിനെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇത് റബീഉൽ ആഖിറിലുള്ള ഒരു പരിപാടിയാണ്. റബീഉൽ അവ്വലും റബീഉൽ ആഖിറും പരസ്പര പൂരകങ്ങളാണ്. റബീഉൽ അവ്വലിനെ പൂരിപ്പിക്കുകയാണ് സത്യത്തിൽ റബീഉൽ ആഖിർ ചെയ്യുന്നത്. ആ നിലക്കുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതും ഇവിടെ നടക്കുന്നതും. ഇവിടെ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കേണ്ടതും. ഞാൻ അതിനനുസരിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വെറുതെ അലക്കിത്തേച്ച വാക്കുകളും വിഷയങ്ങളുമൊന്നും പറഞ്ഞു ഉള്ള നേരം കളയുക എന്നതിനൊന്നും ഇപ്പോൾ ഞാനില്ല. നിങ്ങളെല്ലാവരും വളരെ ഗൗരവമായി ശ്രദ്ധിച്ചിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ കൽബിൽ നിന്ന് ഈമാൻ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോകുന്ന വളരെ ഭയാനകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് കട്ടുകൊണ്ടുപോകാനും ഇല്ലാതാക്കാനുമുള്ള ശ്രമം എല്ലാ നിലക്കും നടന്നുകൊണ്ടിരിക്കുകയും മനുഷ്യർ ഇന്ന് അറിഞ്ഞ് അറിയാതെ അതിന് വിധേയരാവുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ദീൻ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇബ്ലീസ് എന്നത് വല്ലാത്ത ഒരു ചതിയനാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين എന്നാണ് അഅറാഫ് സൂറത്തിൽ ഈ ആയത്ത് കാണാം. ഞാൻ അവരുടെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വലത്തൂടെയോ ഇടത്തൂടെയോ അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് നിനക്ക് നന്ദി ചെയ്യാൻ സമ്മതിക്കുകയില്ലെന്നാണ് ഇബ്ലീസ്. ഋജുവായ ശരിയായ വഴിയിൽ പോയി ഞാൻ ഇരുന്നിട്ട് ഞാൻ മുന്നിലൂടെയോ പിന്നിലൂടെയോ വലത്തൂടെയോ ഇടത്തൂടെയോ അവരിൽ പ്രവേശിച്ച് നിനക്ക് നന്ദി ചെയ്യാനുള്ള അവസരത്തിൽ നിന്ന് ഞാൻ അവരെ പിന്തിരിപ്പിക്കും എന്നാണ് മൽഊനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അവൻ വലിയ ചതിയനാണ്. ഈ ചതി എന്നത് ഉമ്മാടെ ഗർഭപാത്രത്തിൽ മനുഷ്യന്റെ അസ്ലായ ബീജബിന്ദു പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെയും അവൻ ആരംഭിക്കുമെന്ന് മുത്തുനബി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അറാദ അഹ്ലഹു മൻ അറാദ അൻ യഅതിയ അഹ്ലഹു ഫലം യുസമ്മി ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹു അഹ്ലഹു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ശാരീരിക ബന്ധത്തിലും പ്രവർത്തനത്തിലും വരെ അവൻ പങ്കാളിയാകുന്ന സന്ദർഭമുണ്ടാകും. അങ്ങനെ ബീജത്തിന്റെ അടിത്തറയിൽ വരെ ഇബ്ലീസിന്റെ സ്വാധീനം ഉണ്ടാകും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ചൊട്ടയുമല്ല, അതിൻ്റെയും അപ്പുറം മുതൽ ഇബ്ലീസിന്റെ പണി ആരംഭിക്കും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ. അത് ഏതുവരെ? ഇദാ ഹദറ അഹദകുമുൽ മൗതു,
ഫയഅതിഹി ഇബ്ലീസ് ബിജുനൂദിഹി എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് അവന്റെ പട്ടാളയും കൊണ്ട് വന്ന് അധ്വാനിക്കാൻ വേണ്ടി ഈ പട്ടാളത്തെ പ്രേരിപ്പിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഹത്താ ലാ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി അവൻ അധ്വാനിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയാണ് പിശാച് എന്നത് വലിയ ഒരു കള്ളനാണ്. ഒന്നിരിക്കൽ ഖൈറിലേക്ക് മനുഷ്യനെ വരാതെയാക്കും, ഒന്നിരിക്കൽ റോട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കയറാതെയാക്കും. പള്ളിയിൽ നിന്ന് റോട്ടിലേക്ക് കേറിയാല് വുളൂഇന്റെ അവിടെ പിടിക്കും. ഷർത്ത് അനുസരിച്ചുള്ള വുളൂഇന്റെ വഴി അവൻ മുടക്കും. ഇബ്ലീസ് എന്ത് ചെയ്യും? പരമാവധി പള്ളിയിൽ നിന്നിലേക്ക് കേറാതിരിക്കാനുള്ള കളി കളിക്കും. ഇനി കേറിയാല് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ വുളൂഇൽ കളിക്കും. ചിലപ്പോൾ വുളൂഇന്റെ ഷർത്തിനെയും ഫർദിനെയും അവൻ ഇല്ലാതെയാക്കും. ചിലപ്പോഴോ ഷർത്തിലും ഫർദിലും വസ്വാസം നൽകും. അത് മറ്റൊരു ചതിയാണ്. മുട്ടുൾപ്പെട്ട് കൈ കഴുകാത്തവരും മുഖം പൂർത്തിയായി കഴുകാത്തവരും കാലിന്റെ മടമ്പ് പൂർത്തിയാക്കിയും മറ്റുമായി വുളു ചെയ്യാത്തവരുമായ ആളുകളെ കാണാം. അതൊരു വിഭാഗമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ത് ചെയ്യും? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തുടങ്ങിയ വുളു, ആ വുളുഇൽ ഇവന് വസ്വാസം ഉണ്ടാക്കിയിട്ട് അവിടെ ചതിക്കും. ഒന്നാം ജമാഅത്ത് കഴിഞ്ഞാലും പലർക്കും, ചില ആളുകൾക്ക് വുളു തീരൂല. അത് മറ്റൊരു ചതിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിൽ പ്രവേശിക്കും, നിസ്കാരത്തിൽ ചതിക്കും. അതിന്റെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ആ നിസ്കാരത്തിൽ അവന്റെ ഹുളൂറുൽ ഖൽബിനെ ഇല്ലാതാക്കും. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയും. അത് മറ്റൊരു ചതിയാണ്. ഇങ്ങനെ ഇതൊന്നല്ല, ഞാൻ ഇബ്ലീസിന്റെ ചതി പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇബ്ലീസിന്റെ ചതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കുമ്പോൾ പോലും, നല്ലതിൽ പോലും ചതിക്കും. ഇന്ന് മനുഷ്യൻ നല്ലതെന്ന് വിചാരിക്കുന്നതിൽ 50% വ്യാജമാണ്. വ്യാജത്തെ മനുഷ്യൻ നല്ലതെന്ന് കരുതി വാരി വലിച്ച് തിന്നാണ്. ചിന്തിക്ക്. ഇതെല്ലാം അടിസ്ഥാനമായ കാരണം എന്താണ്? അതൊക്കെ ഇബ്ലീസിന്റെ ചതിയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ കാലം വളരെ ഭയാനകമായ ഒരു കാലമാണ്. കാലത്തിന് അങ്ങനെ ഒന്നുണ്ടോന്ന് ഉണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല കാലം എല്ലാ നൂറ്റാണ്ട് എന്റേതും, അത് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തതും എന്ന് മുഹമ്മദ് മുസ്തഫ. കാലത്തിൽ ഖൈറുണ്ടെങ്കിൽ കാലത്തിൽ ഷർറുണ്ടാവും. ഖൈറുള്ളതിലെല്ലാം ഷർറുണ്ടാവും. ഖൈർ ഒറ്റക്കുണ്ടാവില്ല, ഷർ ഒറ്റക്കുണ്ടാവില്ല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നിരിക്കൽ നന്ദിയാകും, അല്ലെങ്കിൽ നന്ദി കേടാവും. ഒന്നിരിക്കൽ ഇടത്താകും, അല്ലെങ്കിൽ വലത്താകും മനുഷ്യന്റെ പോക്ക്. ചിലപ്പോൾ അവന്റെ കിതാബ് ലഭിച്ച് വലഭാഗത്തേക്ക് പോകും, ചിലപ്പോൾ അവൻ ഇടഭാഗത്തേക്ക് പോകും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ വളരെ ചിന്തിക്കണം. ആ കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഈമാൻ ഊട്ടിയുറപ്പിക്കേണ്ട അത്യാവശ്യം മനുഷ്യന് വന്നിരിക്കും. മനുഷ്യൻ ഇന്ന് അമലിൽ വ്യാപൃതനാകാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? ഈമാന്റെ അടിത്തറ ഇളക്കുന്നതിൽ പിശാച് പലപ്പോഴും വിജയിക്കുന്നു. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്തെ സ്വാലിഹീങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് ആ കർമ്മങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ
ലോകത്തെ അത്ഭുതകരമായ ദീന നിലനിന്ന ഈ നാടിലെ ഇന്നത്തെ തലമുറ പോലും പരാജയപ്പെടുന്നു എന്നത് വളരെ വേദനാജനകമാണ്. ഇതെന്താണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം? ലോകത്തെ ഈമാൻ ഇസ്ലാമിയത്തിന്റെ മുഖക്കണ്ണാടിയാണ് സത്യത്തിൽ മലബാർ. മലബാർ അല്ലാഹു തൗഫീഖ് നൽകിയ ഒരു മണ്ണാണ്. വളരെ നമ്മൾ ചിന്തിക്കണം. മക്കായിലെ പള്ളി മുസ്ലിമീങ്ങൾക്ക് കൈവശം വരുന്നത് ഹിജ്റ 8 മലബാറിൽ പള്ളി ഉണ്ടാകുന്നത് ഹിജ്റ 5. അല്ലാഹു മലബാർ നൽകിയ തൗഫീഖ് നിങ്ങൾ ആലോചിക്കുക. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട കഅബാലയം മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്നത് ഹിജ്റ 8. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഫത്ഹു മക്ക നടക്കുന്നത് ഹിജ്റ 8. എന്നാൽ കണ്ണൂരിലെ പള്ളിയുടെ പഴയ പള്ളിയുടെ മെഹ്റാബിൽ ഇന്നും ശിലാഫലകം സൂക്ഷിച്ചിട്ടുണ്ട്. ബുനിയ സനത 50, അത് ഹിജ്റ 5 എടുത്തതാണ്. അതായത് കണ്ണൂരിൽ പള്ളി ഉണ്ടാക്കി മുസ്ലിമീങ്ങൾ നിസ്കാരം ആരംഭിച്ച് പിന്നെയും 3 വർഷം കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട കഅബാലയം മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെടുന്നത്. അത്ര പാരമ്പര്യമുള്ള നാടാണ് മലബാർ. ഒരു നിലക്ക്. രണ്ടാമത്തെ നിലക്ക് അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ വേദഗ്രന്ഥം ലഭിച്ചത് സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മനാട് മിസ്റാണ്. തന്നെ നിയോഗിച്ചതും അല്ലാഹു മിസ്റിലേക്കാണ്. പരിശുദ്ധ ഖുർആൻ ഇഹ്ബിതു മിസ്റാ ഫഇന്ന ലക്കും മാ സഅൽതും. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു നാടാണ് മിസ്ർ. പല സ്ഥലങ്ങളിൽ ഖുർആനിൽ മിസ്റിനെ പറഞ്ഞിട്ടുണ്ട്. ആ മിസ്റിൽ ആദ്യത്തെ പള്ളി ഹിജ്റ 22 മുസ്തഫ നബിയുടെ വഫാത്തിന്റെ, അതായത് തൗറാത്തിന്റെ നാട്, ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മനാട്, ലോകത്താദ്യമായി വേദഗ്രന്ഥമാകുന്ന തൗറാത്ത് ലഭിച്ചത് സയ്യിദുനാ മൂസാ. ഉറക്കപ്പറ സയ്യിദുനാ മൂസാ സാലിസുൽ ബശരി ശറഫൻ വഫളൻ. ശറഫിലും ഫളിലും ലോകം കണ്ട 3ാമത്തെ മഹാനാണ് സയ്യിദുനാ മൂസാ. അങ്ങനെയുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മനാടിൽ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഖാലിസായ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22. തറക്കല്ലിട്ടത് അംർ ബിൻ ആസ് ആണ് റളിയല്ലാഹു അൻഹു. ഷാം യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം മിസ്റിലേക്ക് വന്നു. മിസ്റിന്റെ ഒരു ഭാഗം പിടിച്ചടക്കി പള്ളിക്ക് തറക്കല്ലിട്ടു. ഈ ബഹുമാനാർത്ഥം പിന്നീട് ആ പള്ളിക്ക് മസ്ജിദ് അംർ ബിൻ ആസ് എന്ന് പേരിട്ടു. ഫുസ്താത്തിലാണ് ആ പള്ളിയുള്ളത്. ചിന്തിക്കണം. അതായത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ 12 വർഷം കഴിഞ്ഞാണ് റസൂലുള്ളാഹിയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് 12ാമത്തെ വർഷമാണ് ആഫ്രിക്ക വൻകരയിൽ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത്. മിസ്റിൽ, ആഫ്രിക്കൻ വൻകരയിൽ എല്ലാം എന്ന് പറയാം. ഇവിടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പള്ളി ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്ത് നിസ്കാരം തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി വഫാത്താവുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ മലബാറിന് അല്ലാഹു നൽകിയിട്ടുള്ള തൗഫീഖാണ്. മലബാർ ഒരു ചെറിയ നാടല്ല, മലബാർ വല്ലാത്ത ഒരു നാടാണ്. ആ മലബാറിൽ ഇസ്ലാമിയത്ത് തകരുക എന്നത് വളരെ വേദനാജനകമായ സംഗതിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറയ അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി പ്രബോധനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അനറബി നാടുകളിൽ നിന്ന് നബിയുടെ അരികിൽ വന്ന സ്വഹാബിയായവർ വളരെ വിരളമാണ്. അതിൽപ്പെട്ട ഒരു നാടും കേരളമാണ്. ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം,
جاء ملك من الهند إلى رسول الله صلى الله عليه وسلم ومعه شيء من الزنجبيل. അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ചു, മുത്തുനബിയുടെ അരികിൽ പോയി. താജുദ്ദീൻ എന്ന അപരനാമവും. അത് ചക്രവർത്തി പെരുമാളാണെന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21 പെട്ടി ഇഞ്ചി കെട്ടിയിട്ട് പത്തേമാരിയിൽ കയറ്റി കൊണ്ടുപോയി മുത്തുനബിയെ കാണിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അപ്പോൾ ഈ നാടിനെ പറ്റി വ്യക്തമായ ഒരു ചിത്രം മുസ്തഫ നബിയുടെ കയ്യിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തുകൊണ്ട്? അക്കാലത്ത് എല്ലാ നാടുകളിലും പള്ളിയില്ലല്ലോ. അള്ളാഹുവിന്റെ വഹി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് മലയാളത്തിൽ പള്ളി ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം, ഈ നാടിന്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ വഹി ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇവിടെ പള്ളി ഉണ്ടായത്, ഇവിടെ ആരാധന ഉണ്ടായത്, ഇവിടെ ദീന് വന്നത്, ഇവിടെ അല്ലാഹുവിനെ ആരാധിക്കുന്നത്. ഇതൊരു വല്ലാത്ത അല്ലാഹു നൽകിയ തൗഫീഖിന്റെ മണ്ണാണ്. ഇത് അപൂർവമായ ഒരു നാടിന്റെ ബഹുമതിയാണ്. ചിന്തിക്ക്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമുദായത്തിൽ വലിയ വിഷയമുണ്ടായി, ബിദ്അത്തിന്റെ കക്ഷികൾ വന്നു, സമുദായം ഭിന്നിക്കുന്ന ഘട്ടത്തിൽ വളരെ നല്ല നിലക്ക് സമുദായത്തെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ നബറല്ലാഹു മർഖല, അവരുടെ ഖബർ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ കാൽച്ചുവട്ടിൽ നിന്നിട്ട് മലബാറിനെ അല്ലാഹു ആദരിച്ചത്. അത് മലബാറിലെ ഒരു പിതാവാണ്. പല ആളുകളും ഖദീജ ബിബിയുടെ കാലിന്റെ ഒട്ടിൽ കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശുജാഇ മൊയ്ദ് മുസ്ലിയാർ സഫലമാല എഴുതിയ ശുജാഇ ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജ ബിബിയുടെ കാലിന്റെ ഒട്ടിലാണ്. ചിന്തിക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് മണ്ണിൽ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാടാണ് ഈ നാട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കാൻ കാരണക്കാരനായ ആൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങളാണെങ്കിലും തങ്ങളെ അതിനുവേണ്ടി സജ്ജനാക്കിയത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ടവർ 923 മുതൽ 28 കാലഘട്ടങ്ങളിൽ എല്ലാം താൻ ഒരു ഇസ്ലാഹിൽ ദർസ് നടത്തിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 928 മിസ്രിൽ നിന്നും ഷാമിൽ നിന്നും വന്നിരുന്ന കുട്ടികളുടെ സൗകര്യാർത്ഥം അവിടെ ഒരു ഹോസ്റ്റൽ കെട്ടിടം പുതുക്കിപ്പണിതു എന്ന് ചരിത്രം, ഒരു ഹോസ്റ്റൽ കെട്ടിടം ഉണ്ടാക്കിയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ഒരു ഇസ്ലാഹ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നത ആദ്യത്തെ കലാലയം താനൂർ ഇസ്ലാഹ് അറബി കോളേജ്, താനൂർ ഇസ്ലാഹ് അറബി കോളേജിൽ നിങ്ങൾ ചിന്തിക്ക്, ദർസുകൾ പഠിച്ചിരുന്നു. കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല, മിസ്രിലെ കുട്ടികൾ പഠിച്ചിരുന്നു, ഷാമിലെ കുട്ടികൾ പഠിച്ചിരുന്നു, യമനിലെ കുട്ടികൾ പഠിച്ചിരുന്നു. ആരാ മുദരിസ്? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖല. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അതായത് അമ്പിയാക്കളെ മണ്ണിൽ നിന്ന് നമ്മളെ മണ്ണിലേക്ക് ഇൽമ തേടി വന്നു എന്നായി പറഞ്ഞില്ല. ഷാമും യമനും ചിന്തിക്കണം. ഷാമിനെയും യമനിനെയും അല്ലാഹു തആല വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ ഷാമിന് വേണ്ടിയും യമനിന് വേണ്ടിയും ദുആ ചെയ്തത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വയമനിനാ, ഷാമിലും യമനിലും ബറക്കത്ത് ചെയ്യണമേ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അന്ന് ഷാം ബൈസന്റൈൻ രാജാക്കന്മാരുടെ കയ്യിലാണ്. അവർ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. യമനാകട്ടെ റോമൻ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്, റോമൻ കാത്തലിക്സ് അവരുടെ കയ്യിലാണ്. അന്ന് റോം, അന്ന് യമൻ അന്ന് റോമൻ കാത്തലിക്സിന്റെ കയ്യിലാണ്. ഷാമോ ബൈസന്റൈൻ രാജാക്കന്മാരുടെ അവർ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. ക്രിസ്തീയതയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രബല കക്ഷികളാണ്, ഒന്ന് ഓർത്തഡോക്സും ഒന്ന് റോമൻ കാത്തലിക്സും. ഇവർ രണ്ട് വിഭാഗം അന്ന് ഷാമിലും അന്ന് യമനിലും ഭരിച്ചിരുന്നു.
എന്നിട്ടും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിന് വേണ്ടി ദുആ ചെയ്തതായിട്ടാണ്. അപ്പോൾ വല്ലാത്തൊരു നാടല്ലേ അത്. ആ നാടിൽ നിന്ന് കുട്ടികൾ പിന്നീട് ആ നാടിൽ ഇസ്ലാം വന്ന് വലിയ വലിയ പണ്ഡിതന്മാർ വന്നു. ആ നാട്ടിലെ കുട്ടികൾ ദീൻ തേടി വന്നു. എവിടെ? കേരളത്തിൽ. അപ്പോൾ കേരളത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ സമുന്നതമായ ഒരു ദീനാണ്. കേരളത്തിലെ ഉലമാക്കൾ പ്രത്യേകമായ ആലിമീങ്ങളാണ്. കേരളത്തിലെ ആലിമീങ്ങളുടെ പ്രത്യേകത തന്നെയും അത്ഭുതകരമാണ്. ചിന്തിക്കുക, കേരളത്തിലെ ആലിമീങ്ങൾ നജ്ദി ആലിമീങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ്. നജ്ദി ആലിമീങ്ങൾ ഇന്നും ലാഹിരിയായ ഖൗലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. കേരളത്തിലെ ഉലമാക്കൾ അങ്ങനെയല്ല, അന്നും ഇന്നും അങ്ങനെയല്ല. കേരളത്തിലെ ഉലമാക്കൾ പ്രത്യേകത നൽകുക ഫിഖ്ഹിനാണ്. ഇത് അടിത്തറയാണ്. എന്തുകൊണ്ട്? അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يرتع فيه ألا إن لكل ملك حما وحمى الله محارمه എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹലാലും ഹറാമും അത് പഠിപ്പിക്കലാണ് ദീനിന്റെ മർമ്മം. അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ എപ്പോഴും ഫിഖ്ഹിന് പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ട്? നിയമങ്ങളാണ് അറിയേണ്ടത്, നിയമങ്ങളാണ് പഠിക്കേണ്ടത്, ലാഹിരി ഖൗലുകളല്ല. ഈ ഖൗലുകൾക്ക് ആന്തരികമായ അർത്ഥമില്ലേ, അതൊക്കെ ഉണ്ടാകും. പക്ഷെ നജ്ദി പണ്ഡിതന്മാർ ഒരിക്കലും അതിന്റെ ആഴത്തിലേക്ക് പോകൂല. അതുകൊണ്ടാണ് നജ്ദിനെ മുത്തുനബി തള്ളിയത് സ്വല്ലല്ലാഹു അലൈഹി പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. വളരെ അത്ഭുതപ്പെട്ട അപ്പൊ ഈ നാടിൽ ദീന് നഷ്ടപ്പെടുക എന്നത് വളരെ ഭയാനകമായ ഒരു സംഗതിയാണ്. ഇത് വളരെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും സന്ദർശിക്കുന്ന മഹാന്മാരിൽ ഒരാളാണ്. അവസാനം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നതിലേക്കുള്ള സൂചനകൾ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുഹമ്മദ് ബിൻ അബ്ദില്ല ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അവസാനം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കണ്ണാടിയേതാ? കേരളം. കേരളത്തിന്റെ കണ്ണാടിയേതാ? മലബാർ അല്ലേ? അപ്പോൾ ബാലവി മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞത് കൃത്യമാകും. ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുന്ന മഹാസത്യത്തിന്റെ പ്രകാശം, അതിന്റെ കൊടിയടയാളവും പടച്ചവനെ മഹ്ദി ഇമാമിന്റെ കയ്യിലേൽപ്പിക്കണമേ എന്ന് മഹാനായ ബറക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെയുള്ള ഒരു നാടാണ് ഈ നാട്. അല്ലാഹു ഈ നാടിനെ ഖൈറായ നിലക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മളെ നാടിനെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ബിദ്അത്ത് വളരാൻ പാടില്ല. ബിദ്അത്തും ദീനും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു കളി ഇവിടെ ഉണ്ടായി, അതും പാടില്ല. എന്തുകൊണ്ട്? ബിദ്അത്ത് മനുഷ്യനെ അറിയാതെ സ്വാധീനിക്കും. അതിന് വലിയ ഒരു തടയിടലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, മജ്ലിസ് നൂർ വഴി ഉണ്ടായത്. മജ്ലിസ് നൂറിനെ പറ്റി ഇവിടെ 2 പ്രഭാഷണത്തിലും പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നേരത്തെ സ്വാഗത പ്രസംഗവും പറഞ്ഞു. അല്ലാഹു തആല ചില പ്രത്യേക ആളുകൾക്ക് ചില പ്രത്യേക നിയോഗങ്ങൾ നൽകും, ഇൽഹാമുകൾ നൽകും. വഹ്യേ അവസാനിച്ചിട്ടുള്ളൂ, ഇൽഹാം അവസാനിച്ചിട്ടില്ല. സാലിഹീങ്ങൾക്ക് ഇൽഹാം ഉണ്ടാവും. ചിന്തിക്ക്. മജ്ലിസുകൾ തന്നെ പരസ്പരം ചെളിവാരിയെറിയലായി തീർന്നപ്പോൾ, ആത്മീയമായ കാര്യങ്ങളുടെ അംശങ്ങൾ മജ്ലിസുകളിൽ ഇല്ലാതെയായപ്പോൾ, ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് ബഹുമാനപ്പെട്ടവരെ മജ്ലിസ് നൂറിന് നേതൃത്വം നൽകി. അത് കൽപ്പിച്ചു. ആയിരക്കണക്കായ മഹല്ലുകളിൽ അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ
വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഈ ദിവസം, കഴിഞ്ഞ വ്യാഴാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ, കഴിഞ്ഞ ഈ ദിവസം കഴിഞ്ഞ ഈ ദിവസം മജ്‌ലിസ് നൂറിന്റെ വാർഷികമായിരുന്നു. ഒരു നിലക്ക് അത് പൊതുസമ്മേളനത്തെക്കാൾ വലിയ പരിപാടിയായി. അല്ലാഹു തആല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം കൊടുക്കട്ടെ. അതായത് ഇടയ്ക്കൊരു ഇടപെടൽ നടത്തി, അപ്പോൾ ഖൈറിലേക്ക് തിരിച്ചു വന്നു. ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി. എന്താണ്? ദീനും ദുനിയാവും തിരിച്ചറിയാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നു. അതിൻ്റെ പിന്നിൽ ബിദ്അത്തിന്റെ സ്വാധീനമാണ്. ബിദ്അത്ത് നമ്മൾ അറിയാതെ സ്വാധീനിക്കും. അതെപ്പോഴും നീക്കേണ്ടി വരും. അതൊരു പായലുള്ള കുളത്തിൽ കുളിക്കുന്നത് പോലെയാണ്. പായലുള്ള കുളത്തിൽ കുളിച്ചിട്ട് നമ്മൾ തൽക്കാലം മുങ്ങാൻ വേണ്ടി പായലൊന്ന് നീക്കിയിട്ട് ഒന്ന് മുങ്ങിയിട്ട് പിന്നെ പൊങ്ങണമെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒന്നും കൂടി പായൽ നീക്കേണ്ടി വരും. കാരണം നമ്മൾ മുങ്ങുന്നതിനിടയിൽ പായൽ പിന്നെയും മൂടിയിട്ടുണ്ടാവും. ഇതുപോലെയാണ് ബിദ്അത്തിന്റെ കഥ. ബിദ്അത്ത് നമ്മൾ അറിയാതെ കയറി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ബിദ്അത്തിന്റെ പിന്നിൽ ശൈത്താനാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അത് ബിദ്അത്തിന്റെ ലക്ഷ്യം ശൈത്താനാണ്. ബിദ്അത്തിന്റെ പിന്നിൽ ശൈത്താനാണ്. ദീൻ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. നജ്ദിന്റെ ഭാഗത്തേക്ക്, റിയാദിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടി മുഹമ്മദ് മുസ്തഫ. ഫിത്ന അവിടുന്ന് വരുമെന്ന് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടുന്നാണ് ശൈത്താന്റെ കൊമ്പ് ഉത്ഭവിക്കുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് എഴുതാത്ത രേഖല്ല, ഇത് എഴുതാത്ത ഹദീസില്ല, കിതാബില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ആയിട്ട് ദീനിന്റെ അടിത്തറ നഷ്ടപ്പെടുത്തുന്ന കളി ഇടക്കാലത്ത് നമ്മുടെ വീടുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ റബ്ബിന്റെ സഹായത്താൽ ഉണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകൻ പറഞ്ഞ ഒരു കാര്യം, മർമ്മപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതിലേക്ക് വന്നില്ലെങ്കിലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുന്നത്. മജ്‌ലിസ് നൂർ വീടുകളിൽ നടപ്പിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ട്? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ പ്രധാനികൾ ബഹുമാനപ്പെട്ട വദരീങ്ങൾ തന്നെയാണ്. യാതൊരു സംശയം വേണ്ട. അവർ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. മലായികത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും അവരാണല്ലോ. മലായികത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബദർ യുദ്ധത്തിൽ ഇറങ്ങിയ മലായികത്തുകളാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രത്യേക മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ ഇറക്കിയത്. അവർ അഫ്ളലുൽ മലായിക, മലായികത്തിലെ ഏറ്റവും ശ്രേഷ്ഠ വിഭാഗം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കി. അപ്പോൾ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അവരുടെ നാമം കൊണ്ട് തവസ്സുലാക്കലാണ് സത്യത്തിൽ മജ്‌ലിസുൻ നൂർ. ഇതെല്ലാം ഭംഗിയായി നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മെല്ലെ 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 നീങ്ങിപ്പോയി. എല്ലാ നന്മകളെയും കടക്കൽ കോടാലി വെച്ച് നശിപ്പിച്ചു. എന്തിനാണ് ഇവരിതൊക്കെ ചെയ്തത് എന്നറിഞ്ഞുകൂടാ ചെയ്തു. ചിന്തിക്ക്. മുജാഹിദ് പത്രം ആകുന്ന ശബാബ് വാരിക ദീർഘമായ 1.5 പേജ് ലേഖനം എഴുതിയ ശബാബ് വാരികയിൽ. എന്താണ് ശബാബ് വാരികയിൽ എഴുതിയ ലേഖനം? യാസീൻ സൂറത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. ചിന്തിക്ക്. നിങ്ങൾ ചിന്തിക്കണം. ഒരു യാത്രക്കടയിൽ ഒരു ട്രെയിനിൽ വെച്ചൊരു മുജാഹിദ് നേതാവിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ എഴുതിയല്ലോ, എന്താ നിങ്ങളെ ഉദ്ദേശം? മറുപടി ഇല്ല. എന്താ ഉദ്ദേശം? മറുപടി വേണ്ട. ഇതിനൊരു ഉദ്ദേശമാണ്. ഞങ്ങൾ എഴുതിയൊക്കെ ഒരു ഉദ്ദേശം വേണ്ട. എന്താ ഉദാഹരണത്തിന്റെ പിന്നിൽ ശൈത്വാൻ. എന്താണെങ്കിലും രാവിലെയും വൈകുന്നേരവും യാസീനോടുള്ള ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഖുർആൻ എടുത്തുകൂടാൻ മടിക്കുന്നവരും എന്ത് ചെയ്യും? യാസീനോടും. എന്താണെങ്കിലും ഖുർആനാണല്ലോ. ഇനി അതിനൊരു പ്രത്യേകത ഇല്ലാന്നെ സമ്മതിക്കാം. അങ്ങനെ സമ്മതിക്കാം. അതിനൊരു പ്രത്യേകത ഇല്ല, തൽക്കാലം വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. ആയിക്കോട്ടെ, ശരി, നല്ല ഖുർആനാണല്ലോ. ഖുർആനല്ല എന്നൊക്കെ ആർക്കും വാദമല്ലല്ലോ.
ولكن ألف حرف ولام حرف وميم حرف والحسنة بعشر أمثالها قال رسول الله. അലിഫ് ലാം മീം ഒരക്ഷരമല്ല. അലിഫ് ഒരക്ഷരവും ലാം ഒരക്ഷരവും മീം ഒരക്ഷരവുമാണ്. ഒരക്ഷരത്തിന് ചുരുങ്ങിയത് 10 കൂലിയാണ്. അപ്പോൾ അലിഫ് ലാം മീം മനുഷ്യന്മാർക്ക് മുന്നിൽ മാന അറിയാത്ത ഈ ഒരു അലിഫ് ലാം മീം എന്ന് ഓതിയാൽ പോലും അടിസ്ഥാനപരമായി 30 കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അടിസ്ഥാനം 30 കൂലി കിട്ടി വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല ആവുക. അത് മന്ത്രിമാരെ ശമ്പളം പോലെയാണ്. മന്ത്രിമാർക്ക് പറഞ്ഞാൽ 50,000 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കിട്ടി വരുമ്പോൾ 3-3.5 ലക്ഷം 4 ലക്ഷം ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരക്ഷരത്തിന് 10 കൂലി എന്ന് പറഞ്ഞത്. 10 കൂലി എന്ന് പറഞ്ഞാൽ ബേസിക് ശമ്പളമാണ്, അതിൻ്റെ കൂലിയാണ്. പക്ഷെ അത് കിട്ടി വരുമ്പോഴത്തിന് കുറച്ചൊന്നും അല്ല ഉണ്ടാവുക. അതിന് അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അവിടെ ആനുകൂല്യം ഉണ്ടാവും, ഇവിടെ ആനുകൂല്യം ഉണ്ടാവും. ഖുർആനല്ലേ, അള്ളാന്റെ കലാമല്ലേ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വലിയൊരു സംഗതിയാണല്ലോ യാസീൻ. അള്ളാന്റെ കലാമല്ലേ, ഇതിന് ഫളില്ല. യാസീനെ പറ്റി ഒരു ലേഖന ഒരു പണിയെടുക്കുമ്പോൾ ലാഭമാണല്ലോ. എന്താ അതിന്റെ ലാഭം? എന്താ ഇതിന്റെ ലാഭം? എന്ത്? യാസീൻ ഓതുന്നതിൽ ഒരു പ്രത്യേകതയൊന്നുമില്ല. യാസീൻ സൂറത്തിന് ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇതിങ്ങനെ മലയാളത്തിൽ 1.5 പേജ് എഴുതി വിട്ടിരിക്കുക. എന്താണ് ഇതിന്റെ ലാഭം? എന്താ? ഒരു മുസാഫ് എടുത്ത് ഓതാൻ മടിയുള്ളവനും ഒരു യാസീൻ ഓടും. ഒന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയുമ്പോൾ ഒരു യാസീൻ തുടങ്ങും, ചായപ്പീടിൽ എത്തുമ്പോൾ യാസീൻ കഴിയും, പിന്നെ ചായ കുടിച്ച് പെരി പോവും. സുബ്ഹ് നിസ്കരിച്ച പെണ്ണ് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ യാസീൻ തുടങ്ങും. അടുക്കളയിൽ പോയി ഒരു ചായ ചൂടാകുമ്പോഴത്തിന്, ചായയുടെ വെള്ളം ചൂടാകുമ്പോഴത്തിന് യാസീൻ തീരും. മഗ്‌രിബ് നിസ്കരിച്ചാൽ കുട്ടികളെ പഠിച്ചത് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് വടിയും കൊണ്ടിറങ്ങുന്ന ഉമ്മ, ഉമ്മാക്ക് നേരല്ല, ഇരുന്നോലാൻ നേരല്ല. എന്നാലും എന്ത് ചെയ്യും? യാസീൻ വൽ ഖുർആനിൽ ഹകീം യാസീൻ തുടങ്ങും. കുട്ടി ഓടിപ്പടിക്കുന്ന ഡെസ്കിന്റെ അടുത്തെത്തിയപ്പോഴത്തിന് അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടിക്ക് പുസ്തകം എടുത്തു കൊടുത്ത് കുട്ടികളെ പെൻസിലൊക്കെ എടുത്ത് ശരിയാക്കുമ്പോഴത്തിന് ഉമ്മാന്റെ യാസീൻ കഴിയും. ഫലത്തിൽ ഇരുന്നോടാൻ ഉമ്മക്ക് നേരല്ലെങ്കിലും അള്ളാന്റെ കലാമോടുമല്ലോ, അള്ളാന്റെ കലാമല്ലേ. ഇതിനും ഫലമില്ല, ഇതിന് പ്രത്യേകതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഫലം എന്താ? ആ നേരത്തും മമ്മൂട്ടിയെ കാണും, അന്നേരത്തും ഇരുന്നിട്ട് മമ്മൂട്ടിയെ കാണും. നാം മമ്മൂട്ടിയെ കാണാൻ പാടില്ല എന്ന ലേഖനം ഇവരോട്ട് എഴുതിയതുമില്ല. മോഹൻലാലിനെ കാണാൻ പാടില്ല എന്നവർ എഴുതിയില്ല, ആ ലേഖനം അവരെഴുതി. ചിന്തിക്ക്, എല്ലാ നന്മയുടെയും പിന്നിൽ വഹാബികൾ കത്തിവെച്ച്, എല്ലാ നന്മകളും വഹാബികൾ കളഞ്ഞ് ഖിയാമത്ത് നാളിന് സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് വഹാബികൾ രംഗത്ത് വന്നിട്ടുള്ളത്. വഹാബികളുടെ ലക്ഷ്യം സമുദായ സത്യദീനെ പൊളിച്ചു കളയലാണ്. വഹാബികളെ പിൻപറ്റുന്നവർ പരാജയപ്പെടുന്ന ഒരു പടുകുഴിയിലേക്കുള്ള യാത്രയിലാണ്. പുതിയ ചേകരന്മാരെ അവരെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പേടിക്കണം. പഴയകാല ആലിമീങ്ങൾ ഒരു അക്ഷരം പറഞ്ഞാൽ അടുത്തക്ഷരം ഇവരെ പറ്റി പറയുമായിരുന്നു. ഇടക്കാലത്ത് നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മുടെ ദീനീ ദഅവത്തുകൾ തന്നെ പരിഷ്കരിച്ചു പോയി. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു വ്യത്യാസമില്ലാന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാ നല്ലതിന്റെ കടക്കലും വഹാബികൾ കൊണ്ടുപോയി കോടാലി വെച്ച്. മരിച്ച വീട്ടിൽ ഒരാള് മരിച്ചാൽ, അത് കോലക്കുറിശ്ശിയിൽ മരിച്ചാലും മൂത്തടുത്ത് മരിച്ചാലും എവിടെ മരിച്ചാലും, ഒരു മരിച്ചാൽ പാപ്പ മരിച്ച് രാത്രി 10 മണി 12 മണി നേരം വെളുത്ത് ഒരു അപ്പോഴത്തിന് വന്നൊരു ഷീറ്റൊക്കെ കെട്ടി, 2-3 ഷീറ്റൊക്കെ കെട്ടി
നേരെ വാടക സ്റ്റോറിൽ പോയി ഒരു 100-150 സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് നിരത്തി. പല ആളുകളും വരാനുണ്ട്. പത്രം വാങ്ങാത്ത വീടാണെങ്കിലും അന്നൊരു പത്രം വാങ്ങും. കാരണം കുറച്ച് മനുഷ്യന്മാർ വരുന്നുണ്ട്, വായിച്ചോട്ടെ. ഒരു പത്രം വാങ്ങുന്ന മനോരമ വാങ്ങും, മാതൃഭൂമി വാങ്ങും, മറ്റതും വാങ്ങും, മറിച്ചതും വാങ്ങും, എല്ലാം വാങ്ങും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി ആണ്. ചിലർ മനോരമന്റെ ആളുകളാണ്, ചിലർ മാതൃഭൂമിന്റെ ആളുകളാണ്, പലതിന്റെ ആളുകൾ. വായിച്ചോട്ടെ. ഏതായാലും പാപ്പാനെ പാക്ക് ചെയ്യണവരെ എനിക്ക് എന്തെങ്കിലും പണി വേണമല്ലോ എന്ന് വിചാരിച്ച് ഈ സ്റ്റൂളിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ 3-4 പത്രം കൊണ്ടിടും. ഇക്കാലം വരെ ഒരു വഹാബിയുടെ ലേഖനത്തിലും ഇത് തെറ്റാന്ന് പറഞ്ഞില്ല. അന്ന് തെറ്റാന്ന് വഹാബികൾക്ക് അഭിപ്രായമില്ല. പക്ഷെ അവിടുന്ന് ഖുർആൻ ഓതിയ തെറ്റാണ്. ഒന്ന് ഖുർആൻ ഓതാൻ പാടില്ല. അവിടുത്തെ ആളുകൾ ഒന്നിരിക്കൽ പത്രം വായിക്കണം, അല്ലെങ്കിൽ UDF-നെ പറ്റിയും LDF-നെ പറ്റിയും പറയണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പറ്റി പറയണം, അല്ലെങ്കിൽ നരല്ലാത്തവനെ പറ്റി പറയണം, അല്ലെങ്കിൽ നര കുറഞ്ഞവനെ പറ്റി പറയണം, അല്ലെങ്കിൽ നര കൂടിയവനെ പറ്റി പറയണം. ഇതിലൊന്നും വിദേഹത്തുമില്ല, കുഫറുമില്ല, ഒരു കുന്തമില്ല, ഒന്നുമില്ല, എന്നൊരു പ്രശ്നമില്ല. എല്ലാ നല്ലതും വഹാബികൾ കോടാലി വെച്ച് നശിപ്പിച്ച്, അതൊക്കെ നല്ലതാണ്, അവരൊക്കെ തിരക്കടില്ല എന്ന് പറയാൻ വേണ്ടി നമ്മളൊക്കെ അവരെ പിന്നാലെ പിന്തുണ കൊടുത്ത് പോവുകയും ചെയ്തു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ ശൈത്താനാണ്. ഇത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. അള്ളാഹു ശൈത്താനെ തിരിച്ചറിയലാണ് വലിയ തിരിച്ചറിയൽ. അറിവ് എന്ന് പറഞ്ഞാൽ വലിയ അറിവ് ശൈത്താൻ അറിയലാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതാണല്ലോ അവസാനം ഖുർആൻ പറഞ്ഞത്. ഖുർആൻ അവസാനം പറഞ്ഞത് ശൈത്താനെ മനസ്സിലാക്കിക്കോന്നാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താനെ തിരിച്ചറിഞ്ഞോ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഇത പോണെങ്കിലും ഖുർആൻ പോയി. ഖുർആൻ അവസാനം പറഞ്ഞ വർത്താനം ഒന്നും തിരിഞ്ഞിട്ടില്ലെങ്കിലും ശൈത്താനെ മനസ്സിലാക്കിക്കോ, ഇവൻ എന്നെ പടുകുഴിയിൽ ചാടിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും തിരിയാത്തവനും ഒന്നും ഓതാത്തവനും സൂറത്തുന്നാസ് ഓതും. എളുപ്പമുണ്ട്, എളുപ്പമുള്ള സൂറത്തും, എളുപ്പമുള്ള സൂറത്തും. എന്തും ഒരു എളുപ്പമുള്ള സൂറത്താണ്. ആർക്കോതാ എളുപ്പമുള്ള സൂറത്താണ്. ചിന്തിക്കും. ഈ സൂറത്തിലും പറഞ്ഞ ശൈത്താന്റെ കളി ഭയാനകമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പഴയകാല നന്മകളിലേക്ക് തിരിച്ചു പോകണം. ഇതന്നെ കുടുംബം, ഇതന്നെ കുടുംബ സംവിധാനം. ഇത് തന്നെ പഴയകാല നന്മകൾ വീട്ടിലുണ്ടാകണം, തിരിച്ചു പോകണം. ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് മുഹയ്യിദ്ദീൻമാരുടെ കർത്താവ്. ഖാളി മുഹമ്മദാണ് റഹ്മത്തുള്ളാഹി അലൈഹി. AD 1607 മണിപ്രവാളത്തിൽ മലയാള കാവ്യമുണ്ടാക്കി മഹാനായ അഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹുവിനെ പറ്റി മലയാളത്തിലെ ആദ്യത്തെ മണിപ്രവാള കാവ്യം, മണിപ്രവാളത്തിലാണ് കാവ്യം. AD 1607 ആരാ ഉണ്ടാക്കിയത്? കുറ്റിച്ചിറപ്പള്ളിയുടെ മുന്നിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാനായ അല്ലാഹുവിന്റെ കുത്തുബുകളിൽപ്പെട്ട മഹാനായ വലിയും ആരിഫും കുത്തുബാനിയത്തിലെ മഖാമിയത്തിച്ച ആളുമായ ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. ചിന്തിക്ക്. AD 1607 മലയാളത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതുന്നത് AD 1612. അതായത് അധ്യാത്മരാമായണം എഴുതി എന്ന കാരണത്താലാണ് തുഞ്ചത്തെഴുത്തച്ഛനെ മലയാളത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. എങ്കിൽ മലയാളത്തിന്റെ പിതാവ് ഖാളി മുഹമ്മദാണ്. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ AD 1612 അധ്യാത്മരാമായണം എഴുതുന്നതെങ്കിൽ 1607 മഹാനായ ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹയ്യിദ്ദീൻമാരെ എഴുതുന്നത്. ആ വർഷം അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണം.
അദ്ദേഹത്തിന്റെ മകനാണ് ഖാളി അബൂബക്കർ. അദ്ദേഹം വലിയ മഹാനും ആരിഫുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഖാളി മുഹമ്മദ് കുഞ്ഞി. അദ്ദേഹം വലിയ മഹാനായിരുന്നു. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ ഷെയ്ഖും ഉസ്താദും. ആ മോയിൻകുട്ടി വൈദ്യരാണ് ബദറുൽ കുബ്ര എഴുതിയത്. മോയിൻകുട്ടി വൈദ്യർ വലിയ അത്ഭുതമാണ്. മോയിൻകുട്ടി വൈദ്യർ 40-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 40-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. മോയിൻകുട്ടി വൈദ്യർ 18 ഭാഷ അറിയും. 40-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ 18 ഭാഷ അറിയും. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയും. മനുഷ്യന്മാരെ, നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമുക്കാണ് വിവരം? എന്ത് വിവരം? എന്ത് വിവരം? ചിന്തിക്ക്. 40-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരും മഹാകവി മോയിൻകുട്ടി വൈദ്യർ 40-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോഴത്തിന് എഴുതി തീർത്ത കാവ്യങ്ങൾ എത്രയാ! ബദറുൽ കുബ്ര, ഉഹദ്, പടപ്പാട്ട്, ഇതെല്ലാം എഴുതി. കാവ്യങ്ങൾ വേറെ എഴുതി, പലതും എഴുതി. ചിന്തിക്കണം. 18 ഭാഷ. കാരണം അവരുടെ ഉസ്താദ് അത്ര വലിയ ആരിഫാണ്. ഖാളി മുഹമ്മദ് കുഞ്ഞി. അവരുടെ ബാപ്പയാണ് ഖാളി ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട ഖാളി അബൂബക്കർ. അവരുടെ ബാപ്പയാണ് ഖാളി മുഹമ്മദ്. നൂറ്റാണ്ടുകളായി ഖാദിസ്ഥാനം കൈവശം വെക്കുന്ന കുടുംബാണത്. വലിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കാലഘട്ടത്തിൽ ഖാദിരിയത്തിന്റെ ഷെയ്ഖായിരുന്നു. അപ്പോൾ സുദ്ദീഖീങ്ങളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളുമാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതിനൊക്കെ നേതൃത്വം നൽകിയത്. അത് വീണ്ടും വീടാന്തരം ചൊല്ലുകയും പകർത്തുകയും ചെയ്യുന്ന സമ്പ്രദായം അച്ചടിയില്ല. പക്ഷേ അത് പകർത്തി എഴുതി. അക്കാലഘട്ടത്തിൽ മുഹീദ്ദീൻമാല കിട്ടാത്ത ആളുകളില്ല. മുഹീദ്ദീൻമാല ഒരു കാലഘട്ടത്തിലെ ജനങ്ങളെ ഈമാൻ നിയന്ത്രിച്ചു. ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. ഏകദേശം നമ്മുടെ നാടുകളിലൊക്കെ ഒരു പുരയില് 2 പുരന്റെ ഉള്ളിൽ മൊയ്തീൻ എന്ന പേരിലുള്ള ഒരാളുണ്ടാവും. നമ്മളെ നാടിൻ്റെ രസാവസ്ഥ അതെ. ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ മൊയ്തീൻമാലയും കുറഞ്ഞു, മൊയ്തീനും കുറഞ്ഞു. ചിന്തിക്ക്. മൊയ്തീൻ അസ്ലുഹു മുഹീദ്ദീൻ. ചില മുഹീദ്ദീൻ എന്നായി കുറച്ച് ഭാഷയൊക്കെ അറിയുന്നവർ അല്ലെങ്കിൽ മൊയ്തീൻ എങ്കിലും പറയും. പള്ളികളും അങ്ങനെയാണ്. കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നി പള്ളി വഹാബികൾ കട്ടു മൊയ്തീൻ പള്ളിയാണ്. മൊയ്തീൻ പള്ളി ഒരിക്കലും വഹാബികൾക്ക് ഉണ്ടാവൂല. കാരണം മൊയ്തീൻ ഷേഖിൻ്റെ അത്ര അവർക്ക് നന്നായൊരു സാധനം വേറെ ഇല്ല. ചിന്തിക്കുക. ഇതൊക്കെ ചിന്തിക്കണം. മൗസൂബായ പള്ളി പിടിച്ചുറച്ച പള്ളിയാണ്. വഹാബികൾ സുന്നികളെ എന്ന് പിടിച്ചുറച്ച പള്ളിയാണ്. നിസ്കരിച്ചാൽ പോലും അതിൽ കൂലിട്ടൂല. കാരണം മൗസൂബായ പള്ളിക്ക് ഇതിൻ്റെ ഹുക്മ കുറച്ച് ഗൗരവമാണ്. മൊയ്തീൻ പള്ളി നിസ്കരിക്കേണ്ടെന്നല്ല, വഹാബി നിസ്കരിച്ചാൽ കൂലിട്ടില്ല. സുന്നിക്ക് നിസ്കരിക്കാൻ സുന്നിയാണ് മുതലാണ്. ചിന്തിക്കുക. കാരണം മുഹീദ്ദീൻ എന്ന നാമം തന്നെ വലിയ ഗൗരവമുള്ള നാമമാണ്. ആ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ മുഹീദ്ദീൻ എന്ന് പേരുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരു ജനതയെ അത് സ്വാധീനിച്ചു? എന്താ ഈ സ്വാധീനത്തിന്റെ ഫലം? ജനങ്ങൾ അവന്റെ നിസ്സാരത്വത്തെ ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് മഹാന്മാരെ പറ്റി പറയൽ ഒരു വലിയ കർമ്മമാക്കിയത്? മുത്ത് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ സത്യദീനിൽ മഹാന്മാരെ പറയൽ വല്ലാത്തൊരു സംഗതിയാണ്. ചിന്തിക്ക്. സ്വർഗവാസികൾ 4 സൂറത്തുകൾ പാട്ടിന് പകരം ഉപയോഗിക്കും. 4 സൂറത്ത് സ്വർഗത്തിൽ പാട്ടിന് പകരം. സ്വർഗത്തിലുമാണല്ലോ പാട്ട്. സ്വർഗത്തിൽ പാട്ടിന് പകരം 4 സൂറത്തുകൾ ഉപയോഗിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഏതാ സൂറത്തുകൾ? ഒന്ന് സൂറത്തു ത്വാഹ, ഒന്ന് സൂറത്തു യാസീൻ, ഒന്ന് സൂറത്തു മറിയം, ഒന്ന് സൂറത്തു യൂസുഫ്. 4 സൂറത്താണ് സ്വർഗത്തിൽ പാട്ടിന് പകരം ഉപയോഗിക്കുന്നത്. അനവധി മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല. ഒന്ന് സൂറത്തു ത്വാഹ, ഒന്ന് സൂറത്തു യാസീൻ.
അസ്മാഇ റസൂലില്ലാഹ്. യാസീൻ മിൻ അസ്മാഇ റസൂലില്ലാഹ്. അപ്പോൾ സ്വർഗത്തിലുള്ള ഓതണ 2 സൂറത്ത് റസൂലുള്ളാഹിന്റെ പേരിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സൂറത്ത് ത്വാഹ, ഒന്ന് സൂറത്ത് യാസീൻ. താഹ സൂറത്താണ് മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് അത്ഭുതകരമായി അല്ലാഹു തആല കൊടുത്ത ഒരു സൂറത്ത്. 114 ആയത്ത് ഒറ്റയടിക്കാൻ കൊടുത്തിട്ട് സയ്യിദുനാ ജിബ്രീൽ പോയി അലൈഹിസ്സലാം. വർക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ ഒറ്റയടിക്കട് കൊടുത്തു. 114 ആയത്തിലേക്ക് റസൂലുള്ളാഹിക്ക് ചെറിയ ഒരു കലക്ക്, ഒരു ചെറിയ ഒരു ഇൽത്തിറാബ്, ഒരു ചെറിയ ഒരു വിഷമം പോലെ റസൂലുള്ളാഹിക്ക് തോന്നി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 114 ആയത്ത് ഒറ്റയടിക്കാണ് കയറി മുത്തുനബിയുടെ കൽബിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ 2 ആയത്ത്, 4 ആയത്ത്, 1 ആയത്ത്, 3 ആയത്ത്, 5 ആയത്ത്, ആദ്യം ഇറങ്ങിയത് 5 ആയത്ത്, ഇങ്ങനെയൊക്കെയുള്ള ശൈലിയാണ് മുത്തുനബിക്കുള്ള ആയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒറ്റയടിക്ക് നുസൂലിൽ അത്ഭുതമാണ് സൂറത്ത് ത്വാഹ. 113 ആയത്തെത്തിയപ്പോഴത്തേക്കും റസൂലുള്ളാഹിക്ക് പേടിയായി. അപ്പോൾ 114 ആയത്തിറങ്ങി. 114 ആയത്ത് ത്വാഹ എടുത്തു നോക്ക്. 114 ആയത്ത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയേ, ഇൽമിനെ പേടിക്കല്ല വേണ്ടത്, ഇൽമിനെ ഇനിയും ആഗ്രഹിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി സയ്യിദുനാ ജിബ്രീൽ. നുസൂലിൽ അത്ഭുതമാണ് ബഹുമാനപ്പെട്ട സൂറത്ത് ത്വാഹ. അത് മുത്തുനബിയുടെ പേരിലുമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള മറക്കോ എന്നൊരു പേടിയായിരുന്നു റസൂലുള്ളാഹിക്ക്. ഞാനിത് മറക്കോ എന്നൊരു പേടിയായിരുന്നു. അതായത് ഇത്രയേറെ ആയത്തുകൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഞാനിത് മറന്നു പോകുമോ എന്ന് മുത്തുനബിക്ക് ഒരു പേടിയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറന്നില്ല എന്ന് മാത്രമല്ല, മറക്കൂല എന്നുള്ള ആയത്ത് പോലും മരുന്നായി. എല്ലാ ദിവസവും നബിയോട് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ മറക്കൂല നബിയെ, താങ്കൾ മറക്കൂല എന്നതിന് വേണ്ടി അള്ളാഹു വഹി അറിയിച്ച ആയത്താണ് സനുഖരിഉക ഫലാ തൻസാ, സനുഖരിഉക ഫലാ തൻസാ, സനുഖരിഉക ഫലാ തൻസാ. ഒരു ഫാത്തിഹ സൂറത്തോടി ഒരു സ്വലാത്തും ചൊല്ലി സനുഖരിഉക ഫലാ തൻസാ എന്ന ആയത്ത് 41 വട്ടം ഒരു ദിവസം ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ഇൽമിൽ മറവി ഉണ്ടാവില്ല. അതതിൻ്റെ ഫضലിൽപ്പെട്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഉമ്മ അല്ലെങ്കിൽ ബാപ്പ കുട്ടിക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് കുട്ടിക്ക് പറഞ്ഞത് പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഫാത്തിഹ ഓതി ഒരു സ്വലാത്തും ചൊല്ലി സനുഖരിഉക ഫലാ തൻസാ 41 വട്ടം സംസമിലേക്കോ മറ്റോ വെള്ളത്തിലേക്കോ ഓടിയിട്ട് കുട്ടിയെ സ്ഥിരമായി കുടിപ്പിച്ചാൽ, വെറും വയറ്റിൽ കുട്ടി കുടിപ്പിച്ചാൽ ആ കുട്ടിക്ക് മറവി ഉണ്ടാവൂലാണ് ഇതിൻ്റെ ഫളായിലിൽ കാണാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചുരുക്കത്തിൽ ഇതിന്റെ ബേസ് സൂറത്ത് ത്വാഹ. വഖുർ റബ്ബി സിദ്നി ഇൽമാ, വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇതാണ് ത്വാഹ. യാസീൻ മിൻ അസ്മാഇ റസൂലില്ലാഹ്. ഇതിന്റെ പ്രത്യേകത കാരണം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദുമു അലാ ഖിറാഅത്തി യാസീൻ സുബാഹൻ വ മസാ. രാവിലെയും വൈകുന്നേരവും ഓരോ തവണ യാസീൻ ഓതൽ മുത്തുനബിയുടെ പതിവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുറുൽ മൻസൂറിൽ ഹാഫിദ് ജലാലുദ്ദീൻ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം തന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈഹഖി ദലായിലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദുമു അലാ ഖിറാഅത്തി യാസീൻ സുബാഹൻ വ മസാ. രാവിലെയും വൈകുന്നേരവും ഓരോ വട്ടം യാസീൻ ഓതൽ മുത്തുനബിയുടെ പതിവാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. പ്രത്യേകത ഇല്ലെങ്കിൽ ഇത് ചെയ്യുമോ? അപ്പൊ ഇതാണ് സ്വർഗത്തിലെ 2 സൂറത്തുകൾ. പിന്നെ ഒരു സൂറത്തേത് ആ സൂറത്ത് മറിയം എന്നതാകട്ടെ മുത്തുനബിയുടെ ഭാര്യയുടെ പേരിലാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബ നബിയുടെ ഭാര്യയുടെ പേരിലാണ് ഒരു സൂറത്ത്.
അതും മഹദിയ. മഹാന്മാരെ പേരിലുള്ള അധ്യായമാണ് സ്വർഗത്തിൽ പോലും ചർച്ച. ഇത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ ഭാര്യയല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹ, യുസവ്വിജുനി റബ്ബി ആസിയ ബിൻത മുസാഹിം വ മറിയം ഇബ്നത ഇമ്രാൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആസിയയെയും മറിയമിനെയും അള്ളാഹു എനിക്ക് കെട്ടിച്ചു തരും സ്വർഗത്തിൽ വെച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിർഔന്റെ ഭാര്യയായിരുന്നു വലിയ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ. എന്നാൽ ആസിയയെ പ്രാപിക്കാൻ ഫിർഔന് കഴിഞ്ഞില്ല. ആസിയ സ്വാലിഹത്തായിരുന്നു. ആ സ്വാലിഹത്തിനെ പ്രാപിക്കാൻ തമ്മാടിയായ ഫിർഔന് കഴിഞ്ഞില്ല. ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. مريم بيبي പറ്റി റളിയല്ലാഹു അൻഹ സൗജത്തു റസൂലില്ലാഹ്. വറക്കപ്പറ സൗജത്തു റസൂലില്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ പേരിലാണ് ഏത് മറ്റൊരു സൂറത്ത്. പിന്നൊന്ന് യൂസുഫാണ്. യൂസുഫ് നബിയുടെ കാര്യം ഖുർആനിൽ അത്ഭുതമാണ്. ഒരു മനുഷ്യന്റെ താരീഖ് ബാല്യം മുതൽ യൗവനം മുതൽ കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ കൃത്യമായി പറയുന്ന ഒരു ശൈലി ഖുർആനിന് ഇല്ല. ഖുർആൻ ഒരു ഫിലോസഫി, ഒരു തത്വം പറയുമ്പോൾ ഒരു ചരിത്രത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് അവിടെ വെക്കും. ഇതാണ് ഖുർആന്റെ പൊതു രീതി. അല്ലാതെ ചരിത്രങ്ങൾ ഇങ്ങനെ കൃത്യമായി പറയുന്ന ഒരു ശൈലി ഖുർആനിലില്ല. എന്നാൽ ചരിത്രമല്ലേ ഉണ്ട്. ചരിത്രം ഖുർആൻ പറയുന്ന തത്വത്തിനെ ഉപോത്ബലമാക്കുന്ന കാര്യങ്ങളാണ്. അത് ഇടക്കിടക്ക് കയറ്റും. അതെവിടെ ഉണ്ടാവും? അത് പ്രത്യക്ഷത്തിൽ കാണുന്നവൻ പോലും അത്ഭുതപ്പെടും. ഇവിടെ എന്തിനാ ഈ ചരിത്രം വന്നു? يقولون أئنا لمردودون في الحافرة أإذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة. ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള ചർച്ചയും ഫഇദാ ഹും ബിസ്സാഹിറ എന്ന് പറയുമ്പോൾ മഹ്ശറ വൻസഭയുമാണ്. മഹ്ശറാണ്. പക്ഷെ പിന്നെ പറയുന്ന ആയത്ത് ഹൽ അതാക ഹദീസു മൂസാ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തുഗാ. എന്നിട്ടത് പറഞ്ഞിട്ട് ആ ചരിത്രം പൂർത്തിയാക്കിയില്ല. പിന്നെ ഫിർഔനെ പറ്റി പറഞ്ഞ് ഫിർഔൻ ചാവുന്നത് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന വർത്തമാനം അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ, വേറെ വർത്തമാനമാണ്. അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ചരിത്രം മൊത്തം ഇങ്ങനെ കാര്യം, ബാല്യം, കൗമാരം, യൗവനം ഇങ്ങനെ പറയുന്ന ശൈലി ഖുർആനിലില്ല. ഏതൊഴിച്ച് ഇല്ല യൂസുഫ്. ഉറക്കപ്പറ, വെറുതെ ഇരിക്കുക. അലൈഹിസ്സലാം സയ്യിദുനാ യൂസുഫ്. അത് അത്ഭുതമാണ്. യൂസുഫ് നബിയുടെ കഥ ഒരു അത്ഭുതമാണ്. ഖുർആനിൽ യൂസുഫ് നബിയെ പറ്റി വല്ലാത്ത അത്ഭുതം. ഇങ്ങനെ ഒരു ചരിത്രം ഖുർആനിൽ പറയാൻ കഴിയില്ല. الكريم ابن الكريم ابن الكريم ابن الكريم يوسف بن يعقوب بن إسحاق بن إبراهيم قال رسول الله. ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യൻ യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന് മുത്തനബി പറഞ്ഞു. ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യൻ എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ ബഹുമാന്യനാണ് സയ്യിദുനാ യൂസുഫ്. ലോകത്ത് നബിമാരുടെയൊക്കെ ഖബറുകൾ അങ്ങിങ്ങായി കാണാം. യൂസുഫ് നബിയുടെ ഖബർ കാണൂല. എന്തുകൊണ്ട്? യൂസുഫ് നബിയുടെ ഖബർ പുറത്തില്ല. ഖബറിന് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന കുറച്ച് വിട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഖബറിനുണ്ട് പ്രത്യേകത. മുഅ്മിനാണെങ്കിൽ ഖബറിനുണ്ട് പ്രത്യേകത. മുഅ്മിനിന് എന്തിനും പ്രത്യേകത. മുഅ്മിനാണെങ്കിൽ, മുഅ്മിൻ അല്ലാഹുവിൻ്റെ രഹസ്യമാണ്. മുഅ്മിൻ്റെ മുഖത്തെ ഇത്തഖു ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹ്. മുഅ്മിനിന്റെ മുഖകാന്തി പോലും അല്ലാഹുവിൻ്റെ രഹസ്യമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. മുഅ്മിൻ ഒക്കെ അത്ഭുത, എല്ലാം അത്ഭുത. മുഅ്മിൻ മൊത്തം അത്ഭുതം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം.
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നൈൽ നദിയുടെ ഒരു കരയിലായിരുന്നു അവിടുന്ന് പാർത്തിരുന്നത്. ആ ഭാഗം അങ്ങനെ മനോഹരമായി, ആ ഏരിയയിൽ വലിയ അഴകാർന്ന തോട്ടങ്ങൾ ഉണ്ടായി, സമൃദ്ധി ഉണ്ടായി, വിളകളുണ്ടായി, സമൃദ്ധി ഉണ്ടായി, നേട്ടമുണ്ടായി. ജനങ്ങളിൽ വലിയ സമൃദ്ധിയും ഐശ്വര്യവും നന്മയും സ്വലാഹിയത്തും അധികരിച്ചു പോയി. അപ്പോൾ നൈൽ നദിയിലെ അങ്ങേക്കരക്കാർക്ക് ഒരു കൊതിയായി. യൂസുഫ് നബി പാർക്കുന്ന ഏരിയയിൽ ഭയങ്കര തോട്ടങ്ങൾ, മുമ്പൊന്നും ഇല്ലാത്ത മാതിരി തോട്ടങ്ങൾ. പണ്ടും കര രണ്ടും ഉണ്ട്, പക്ഷെ ആ തോട്ടങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. യൂസുഫ് അലൈഹിസ്സലാം അവിടെ വന്ന് പാർത്തതോട് കൂടി ആ ഏരിയയിൽ വലിയ തോട്ടങ്ങൾ, വലിയ സൗകര്യങ്ങൾ, വലിയ വിളപ്പാടങ്ങൾ, എന്നും വെള്ളം, എങ്ങും സമൃദ്ധി, എങ്ങും നാണ്യവിളകൾ. മനുഷ്യന്മാരെ മനസ്സ് നന്നായി, എല്ലാം കച്ചവടവും കാര്യവും റാഹത്തും സന്തോഷം ദുനിയാവും ആഖിറവും നിറഞ്ഞു ആ കരയിൽ. അപ്പോൾ മറുകരക്കാർ വന്ന് ശിക്കായത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ ഈ നാട്ടിൽ, ഈ ഏരിയയിൽ, ഈ കരയിൽ വന്ന് പാർത്തതോടുകൂടെ ഈ നാട്ടിലെ ജനങ്ങളെ മനസ്സും നന്നായി, സമ്പത്തും നന്നായി, ഒക്കെ റാഹത്തായി. ഞങ്ങൾ ഉണങ്ങാണ്, ഞങ്ങൾക്ക് ആ പഴയ ഉണക്കം തന്നെ ഇപ്പോഴും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നൊന്ന് പാർത്താൽ ഇതുപോലെ ഇവിടെ ഏതായാലും നിറഞ്ഞിട്ടുണ്ട് എമ്പാടും, ഞങ്ങൾ അക്കരയിലൊന്ന് വന്ന് പാർക്കി. ഞങ്ങളും നിങ്ങളെ കീഴിലുള്ള ആളുകൾ തന്നെയല്ലേ, ഞങ്ങൾക്കൊരു ഹക്കില്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടേണ്ട ഒരു അവകാശമല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കരയിൽ വന്ന് പാർക്കണമെന്ന് പറഞ്ഞ ആ നാട്ടുകാര് അങ്ങനെ അവരുടെ ആവശ്യം പരിഗണിച്ചു നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം. അങ്ങനെ മറുകരയിൽ ഒരു വീട് വെച്ച് മറുകരയിൽ പാർത്തു നബിയുള്ളാഹി യൂസുഫ്. ഫഖാമ ബിഹാ 10 സനവാത്. അവിടെ പാർത്ത് 10 കൊല്ലാണ്. മറുകരയിൽ പോയി പാർത്തത് 10 കൊല്ലമാണ് നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം. ഫമാത ലമ്മാ കാന ഫീഹിം. ബഹുമാനഫലം അവരെ കൂട്ടത്തിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ വഫാത്തായി സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. അപ്പോഴത്തിന് ആ നാട് പച്ചപിടിച്ച് നല്ല തോട്ടമായി, നല്ല വിളവുകളായി, നല്ല സമൃദ്ധിയമായി, ചോലയായി, വെള്ളായി, വലിയ റാഹത്തായി, മനുഷ്യന്മാരും നന്നായി, എല്ലാം റാഹത്തായി. അപ്പോൾ നൈൽ നദിയുടെ അങ്ങേക്കരയും നന്നായി, നൈൽ നദിയുടെ ഇങ്ങേക്കരയും നന്നായി. യൂസുഫ് നബി വഫാത്തായി. അപ്പോൾ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ഖബറുമ്മൽ പ്രശ്നം. അവസാനം പാർത്ത ആ കരയിൽ വെച്ചാണ് വഫാത്തായത്. അപ്പോൾ ഖബർ കുഴിച്ചു ആ നാട്ടുകാർ. അപ്പോൾ മറ്റേ കരക്കാർ വന്ന് തടഞ്ഞ്, നിങ്ങളങ്ങനെ ഖബർ കുഴിക്കണത് എങ്ങനെയാ? നമ്മളാള് തൽക്കാലം നിങ്ങളെ നാട്ടിൽ നിങ്ങളൊന്ന് നന്നായിക്കോട്ടെ വിചാരിച്ച് വന്നതാണ്, നാളെ നമ്മളാളാണ്. അതുകൊണ്ട് നിങ്ങൾ പറ്റ ഉണങ്ങിയ കൂട്ടരാണ്. നിങ്ങളൊന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അന്ന് അങ്ങനെ സൗകര്യം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആളാവല്ലി എന്ന് പറഞ്ഞ് കൈക്കോട്ടിന് പിടിച്ച് മറ്റേ നാട്ടുകാർ വന്നിട്ട് അങ്ങേ കരക്കാർ. അപ്പം ഇവർ പറഞ്ഞ് ഞങ്ങൾക്കാണ് തൗഫീഖ്, ഞങ്ങളെ നാട്ടിൽ പാർക്കുമ്പോഴാണ് മരിച്ചത്, അതുകൊണ്ട് ഖബറിൻ്റെ അവകാശികൾ ഞങ്ങളാണ്. അപ്പോൾ മറ്റൊരു പറഞ്ഞു, അല്ല, ഏറ്റവും കൂടുതൽ പാർത്തത് ഞങ്ങളെ നാട്ടിലാണ്, അതുകൊണ്ട് ഞങ്ങളെ കരയിലാണ് അവകാശം. ഖബറിൻ്റെ അവകാശം അവിടെയാണ്. അല്ല, ഖബറിൻ്റെ അവകാശം ഇവിടെയാണ്. അല്ല, ഖബർ അവിടെയാണ്. അല്ല, ഖബർ ഇവിടെയാണ്. ഖബർ ഇവിടെ തന്നെ ആവണം, മറ്റൊരുത്ത് കൊടുക്കൂല. അല്ല, ഞങ്ങൾ കൊടുക്കൂല. തർക്കായി. ഫഖാദു അൻ യഖ്തതിലു. അവർ പരസ്പരം കൊല്ലാൻ വേണ്ടി വാളൊരു ഓങ്ങിയ. അക്കാലത്ത് മിസ്റിലെ ഹുക്കമാവ്, വലിയ വലിയ തത്വജ്ഞാനികൾ മധ്യസ്ഥതയ്ക്ക് ഇറങ്ങി. രണ്ട് കൂട്ടരോടും മധ്യസ്ഥത പറഞ്ഞ് ഒന്ന് വിടി, മറ്റോടത്ത് ഖബറായിക്കോട്ടെ, നിങ്ങൾക്കും സിയാറത്തിന് വരാലോ. അല്ല, നടക്കൂല, ഞങ്ങളെ നാട്ടിൽ തന്നെ വേണം. ആ ഖബറുള്ള ഏരിയക്ക് ഒരു ബർക്കത്തുണ്ടാവും, ഞങ്ങളെ നാട്ടിൽ വേണം. രണ്ടു കൂട്ടരും അരതറാക്ക് വിട്ടില്ല. രണ്ടു കൂട്ടരും പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ വേണം, ഞങ്ങളെ നാട്ടിൽ വേണം. അങ്ങനെ ഭാഷ പിടിച്ചു. അവസാനം മധ്യസ്ഥന്മാരിൽ തീരുമാനമെടുത്ത് നൈൽ നദിയുടെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് ഒരു കയറ് പിടിക്കുക. നൈൽ നദിയുടെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിൽ കയറ് പിടിക്കുക. എന്നിട്ട് കയറ് പിടിച്ചിട്ട് നേരെ നടുവിൽ വെള്ളത്തിന്റെ അടിയിൽ കബറട് വയ്ക്കുക. പുഴന്റെ നടുവിലാണ് മറവിയ. എന്നിട്ട് താഴെ അണക്കെട്ടാണ് കിട്ടുക. എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും കനാല് തിരിച്ചാണ് വിടുക. വെള്ളം ആ ഭാഗത്തെ വയലുകളൊക്കെ വന്നോട്ടെ. ഈ ഖബറിന്റെ മുകളിലൂടെ വരുന്ന വെള്ളം രണ്ട് ഭാഗത്തെ തോട്ടങ്ങളിലേക്ക് വന്നോട്ടെ. അങ്ങനെ രണ്ട് ഭാഗത്തും സമൃദ്ധി ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. തർക്കത്തിനെ പരിഹരിക്കാൻ അവസാനം നാട്ടുകാർ അങ്ങനെ മധ്യസ്ഥത അംഗീകരിച്ചു.
അങ്ങനെ നൈൽ നദിയുടെ നടുവിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന യൂസുഫ് അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിച്ച്, ഒരു മനുഷ്യൻ മഹാനായാൽ ഖബറിന് വരെ മനുഷ്യന്മാര് പിടുത്തം കൂടും. ഇതൊക്കെ ദീനല്ലേ? ഇതൊക്കെ സത്യല്ലേ? ചിന്തിക്ക്. അങ്ങനെയുള്ള മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഇവരുടെ കഥയുള്ള ആ അധ്യായം ഇതാണ്. ചുരുക്കത്തിൽ 3 മഹാന്മാരുടെ പേരിലുള്ള 4 അധ്യായം. അതാണ് സ്വർഗത്തിലെ പാട്ടിന് പോലും ഉപയോഗിക്കുന്നത്. പകരം അതാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണം. അപ്പോൾ മഹാന്മാർ അവരുടെ അപദാനങ്ങൾ അതിന് വല്ലാത്ത വിലയുണ്ട്. അതുകൊണ്ടാണ് ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. മുഹീദ്ദിമാല നമ്മുടെ നാട്ടിലെ മനുഷ്യ ഹൃദയങ്ങളിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. അത് മനുഷ്യനെ നന്നാക്കി, 2 നിലക്ക് നന്നാക്കി. 1, മനുഷ്യനെ കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു. 2, മനുഷ്യന് സ്വന്തം ഞാൻ മോശക്കാരനാണെന്ന് തോന്നിപ്പിച്ചു. അനുവാചകന് ഞാൻ മോശപ്പെട്ടവനാണെന്ന് തോന്നുക എന്നത് തന്നെ തസ്കിയത്തിന്റെ ഭാഗമാണ്. നല്ല വേറും പശുവേ പായിച്ചാല് ഇതിനു പടച്ചെന്ന് പശുവേ പറഞ്ഞോവർ. കശമേറും രാവിനാടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. കബയെ ചുറ്റുവാർ ഖുതുബാനോരെല്ലാരും കബ ത്വവാഫന്നെ താൻ ചെയ്യുമെന്നോവർ. ആരെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ടവരെ, എന്തിന് മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഒരു വരി കേട്ടോളി. നല്ല വേറും മഹീഷ തൊഴുതൊരുളുവാലേ 40 ചാണ്ടോളം സുബ്ഹ് തൊഴുതോവറേ. ഇശ നിസ്കരിച്ച അതേ ഉളു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചത് 40 കൊല്ലമാണ്. 40 കൊല്ലം. ഒരു മനുഷ്യൻ ഇശ നിസ്കരിച്ച ഉളു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചു 40 കൊല്ലം. ഇമാം മനാവി റളിയല്ലാഹു അൻഹുവിന്റെ തബഖാത്തിലുണ്ട് ഈ സംഭവം. താരീഖുകളിലൊക്കെ ഇത് സംഭവം കാണാം. കാന യുസല്ലി സുബ്ഹ ബിവുളൂഇൽ ഇശാഇ 40 സന. അല്ലാഹുവേ, അവരെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. അല്ലാഹുവേ, തൗഫീഖ് തരണമേ അല്ലാഹ്. മനുഷ്യന്മാരെ, നമ്മൾ ചിന്തിക്കാത്തത് എന്താണ് മനുഷ്യ ചിന്തിക്കാത്തത്? മുഹീദ്ദീമാല വേദികളിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. ഒരു മനുഷ്യന്റെ കഥയാണ് ഈ മനുഷ്യൻ. നബിയാണോ? അല്ല. പക്ഷേ അല്ലാഹുവിന്റെ തഖർറുബ് കാരണമായി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്കിലും കാരണമായി ആ മനുഷ്യനെ അല്ലാഹു രാത്രി ഹയാത്താക്കാനുള്ള തൗഫീഖ് നൽകി. കാന യുസല്ലി സുബ്ഹ ഫി വുളൂഇൽ ഇശാഇ 40 സന. ഇശ നിസ്കരിച്ച ഉളു കൊണ്ട് സുബഹ് നിസ്കരിച്ച 40 കൊല്ലാണ്. അപ്പോൾ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് തന്നെയല്ല, കാരണം ഉറങ്ങിയ ഉളു പോയി. 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. താരീഖ് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നുണയല്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇത് പാരായണം ചെയ്യുന്ന മനുഷ്യൻ ചിന്തിച്ചു പോകും, പടച്ചതമ്പുരാനെ, എനിക്ക് സുബ്ഹ് എത്ര നഷ്ടപ്പെട്ടു പോയി, ഞാൻ എത്ര വിഡ്ഢിയാണ്. ഇത് മനുഷ്യനെ നന്നാക്കും. ഒരു മനുഷ്യൻ ഇശ നിസ്കരിച്ച ഉളു കൊണ്ട് സുബ്ഹ് നിസ്കരിക്കാൻ ഉറങ്ങിയിട്ടില്ല. ഇത് ഓതുന്ന മനുഷ്യൻ തോന്നും, പടച്ചവനെ ഞാൻ മോശപ്പെട്ടവനായല്ലോ. ഒരു മനുഷ്യൻ മോശപ്പെട്ടവനാണെന്ന് അവന് തോന്നിയാൽ തന്നെ നന്നാവും. അത് ആദം നബിയുടെ സ്വഭാവമാണ്. സയ്യിദുനാ ആദം റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞാൻ നല്ലോനാണ് എന്ന് വിചാരിച്ചാൽ അവൻ നാശവും. അല്ലാഹു കാക്കട്ടെ. ബിദ്അത്തുകാരുടെ ലക്ഷ്യം മുഴുവൻ അതാണ്. ഞാൻ നല്ലോനാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ നല്ലോനാണ്, ഞാനാണ് വിവരമുള്ളവൻ എന്ന് ധരിക്കുക.
ഇൽമ പഠിക്കുക, ലിയുജാദില ബിഹിന്നാസ്, ജനങ്ങളോട് തർക്കിക്കാൻ വേണ്ടി ഇൽമ പഠിക്കുക. ഇത് മനുഷ്യന്റെ ഖൽബ് കറുപ്പിച്ച് കളയും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ചുരുക്കത്തില് ഈ മുഹീദ്ദീന്മാരെയും റിഫായിമാരെയും എല്ലാം നമ്മുടെ നാട്ടിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. അത് മനുഷ്യരെ നന്മ പഠിപ്പിക്കുകയും അല്ലാഹുവിനെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സ്വാലിഹീങ്ങളുടെ ജീവിതത്തെ അത് സംശീകരിച്ചു. സ്വാലിഹീങ്ങളുടെ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ കടന്നു വന്നു. ഇങ്ങനെ എത്രയോ സ്വാലിഹീങ്ങളും സൂഫികളും നമ്മുടെ നാട്ടിലുണ്ടായി. മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കണം. പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന ആമീൻ പറയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യനെ അട്ടിമറിക്കാണ്, ദീനിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ബിദ്അത്തിന്റെ കക്ഷികൾ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചിന്തിക്കണം. ഇന്നിപ്പോൾ എല്ലാവരും യോജിച്ചും ഒറ്റക്കെട്ടായും പോകണമെന്ന് പറയുന്നു. നല്ലതാണ്, ഒറ്റക്കെട്ടും യോജിപ്പും ഒക്കെ തന്നെയായിട്ട് പോകണം. അതേ സമയത്ത് ബിദ്അത്താണെന്ന് മനസ്സിലാക്കണം. ബിദ്അത്തിനോട് താദാത്മ്യപ്പെടരുത്. ബിദ്അത്തിനോട് താദാത്മ്യപ്പെട്ടാൽ ദീൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. മഹാന്മാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ദീനുണ്ടാകും. അതാണ് മഹാലകളുടെയും മൗലിദുകളുടെയും അടിസ്ഥാനം. നിങ്ങൾ ചിന്തിക്കുകയും ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിലുള്ള മഹാനായിരുന്ന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് മഹാന്മാരുടെ പല മൗലിദുകളും എഴുതിയതായി കാണാം. ഒന്ന് ബഹുമാനപ്പെട്ട മഹാനായ മുത്തുപേട്ട വഫാത്തായി കിടക്കുന്ന സുൽത്താനുൽ ഹുക്കമാ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. മുത്തുപേട്ട ദാവൂദുൽ ഹക്കീമിന്റെ തലഭാഗത്ത്, ഖബറിന്റെ തലഭാഗത്ത് ഇപ്പോഴും അത് കാണാം. അവിടുത്തെ ഏകദേശ ബുക്ക്സ്റ്റാളുകളിൽ മുഴുവനും മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അവര് ബഹുമാനപ്പെട്ടവര് ദാവൂദുൽ ഹക്കീമിനെ പറ്റി എഴുതിയ മൗലിദ് കാവ്യം കാണാം. ബഹുമാനപ്പെട്ട ദാവൂദ്, കാരണം എന്താ ദാവൂദുൽ ഹക്കീം ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ആളായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തിയതാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ സത്യദീൻ വളരെ ഗൗരവമായി മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീമിനെ പറ്റി കവിത എഴുതി, മൗലിദ് എഴുതി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. മറ്റൊരു മൗലിദ് എഴുതിയത് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ അവരുടെ പ്രത്യേകത എന്താ? അവർ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലായി. 90 ലക്ഷം ആളുകളാണ് സത്യദീനിന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് വന്നത്. 90 ലക്ഷം ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കയറി വന്നു. ആര് വന്നപ്പോൾ? ഖാജ വന്നപ്പോൾ. ഈ മഹാന്മാരെ അപദാനങ്ങൾ വീടാന്തരം ചൊല്ലുകയും പറയുകയും ചെയ്യുന്ന ശൈലി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറ്റമുണ്ടായി. ചിന്തിക്ക്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും മഹാന്മാരായ സ്വാലിഹീങ്ങൾ അമ്പിയാക്കന്മാരുടെ കഥകൾ അനവധിയാ. എണ്ണി അമ്പിയാക്കന്മാരെ കഥ ഇങ്ങനെ ഖുർആൻ അടിക്കടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? വദ്കുറു ഫിൽ കിതാബി മറിയം വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്.
മഹാനായ ഇദ്രീസ് നബിയുടെ കഥ കാണാം, ബഹുമാനപ്പെട്ട സക്കരിയ നബിയുടെ കഥ കാണാം, മഹാനായ സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ കാണാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹൂദ്, സയ്യിദുനാ സ്വാലിഹ്, സയ്യിദുനാ ദാവൂദ്, സയ്യിദുനാ സുലൈമാൻ, ഇവരെല്ലാം കഥ പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താ ലക്ഷ്യം? മനുഷ്യന്റെ ഖൽബ് നന്നാക്കുക. മഹാന്മാരുടെ അപദാനങ്ങൾ വളരെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അപദാനങ്ങൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് മനുഷ്യന്റെ ഖൽബിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ മഹാന്മാരെ മനസ്സിലാക്കുക എന്നത് കാലഘട്ടത്തിൽ ആവശ്യമാണ്. എന്നാൽ ഖൽബ് നന്നാവും, അള്ളാഹുവിലേക്ക് മനുഷ്യൻ മടങ്ങും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഇന്ന് മെല്ലെ 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 നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ സത്യദീന്റെ അടിത്തറ ഇതാ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ ഇസ്ലാമിയത്ത് നിഷേധിച്ചില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ നിന്ന് ഇസ്ലാമിയത്ത് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിനിമകളും നാടകങ്ങളും ഇന്ന് വീട്ടിൽ അധികരിച്ചു. നിങ്ങൾ ചിന്തിക്കേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ മനസ്സിലാക്കി അവനവൻ കാണുന്നതും അവനവൻ കേൾക്കുന്നതും മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കും. മനുഷ്യനെ അല്ലാത്ത അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യന് കണ്ണ് കാത് എന്നത് വലിയ ഗൗരവമാണ്. കണ്ണും കാതും നന്നായ മനുഷ്യൻ നന്നാവും, കണ്ണും കാതും നാശായ മനുഷ്യൻ നാശാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ നന്നാവാനുള്ള മാർഗം കണ്ണും കാതും നന്നാവുക. മുത്ത് റസൂൽ ഉറക്കപ്പറ, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതാഅത്തിന്റെ മനസ്സോടെ കണ്ണിൽ കണ്ടവരൊക്കെ സ്വഹാബികളായി. അവരൊക്കെ നന്നായില്ലേ? കണ്ണുകൊണ്ട് നന്നായി. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കണ്ടവരെല്ലാം നന്നായി. ഇതാഅത്തിന്റെ മനസ്സോടെ നല്ല റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്ന ഒരു മനസ്സോടുകൂടെ നബിയെ കാണണം, കണ്ട നന്നായി. മുത്ത് മുഹമ്മദ് മുസ്തഫ പുണ്യം അസ്ഹാബിക നുജൂം ഫബിഅയ്ഹി മുഖ്തദൈതും ഇഹ്തദൈതും ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരുടെ കണ്ണുകൊണ്ട് അവർ നബിയെ കണ്ടു, അല്ലെങ്കിൽ നബിയുടെ കണ്ണുകൊണ്ട് നബി അവരെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇതാഅത്തിന്റെ മനസ്സോടുകൂടെ മുന്നിൽ നിന്നു. അപ്പോൾ നബി അവരെ നോക്കി കഴിഞ്ഞു. നബിയുടെ മജ്ലിസിൽ അവർ ഹാജരായി കഴിഞ്ഞു, സ്വഹാബിയായി. സ്വഹാബി ആരാണ്? സ്വഹാബിയെ പിൻപറ്റിയാൽ പോലും ഹിദായത്ത് ഉറപ്പാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അവരെങ്ങനെ നന്നായി? അവർ കണ്ണുകൊണ്ട് നന്നായി. നബിയുടെ കണ്ണുകൊണ്ട് അവരെ നോക്കി, അവർ നബിയുടെ മജ്ലിസിൽ ഹാജരായി, നന്നായി. ചിന്തിക്ക്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഒരു കൂട്ടർ കണ്ണുകൊണ്ടെണ്ണായി, ഒരു കൂട്ടർ ചെവി കൊണ്ടെണ്ണായി. ഏതാ ചെവി? കണ്ണുകൊണ്ട് കണ്ടില്ല, പക്ഷെ ചെവി കൊണ്ട് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ല, പക്ഷെ ചെവി കൊണ്ട് കേട്ടു. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബറിനെ കണ്ണുകൊണ്ട് കണ്ടില്ല, ചെവി കൊണ്ട് കേട്ട്. കണ്ണുകൊണ്ട് കണ്ടാൽ ഖൽബ് നന്നാവും, കാണേണ്ട പോലെ കണ്ടാൽ ഖൽബ് നന്നാവും. ചെവി കൊണ്ട് കേൾക്കേണ്ടത് പോലെ കേട്ടാലും ഖൽബ് നന്നാവും. തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ടോരൊക്കെ നന്നായി. ഒരു കൂട്ടര്, ആ കാലക്കാര്, പിന്നീടുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചെവി കൊണ്ട് മൗലിദ് ഓതി, വായോണ്ട് മൗലിദ് ഓതി, ചെവി കൊണ്ട് കേട്ടു. അപ്പോൾ കേട്ടവരും നന്നായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്.
ഇതന്നെയാണ് അതിന്റെ മനഃശാസ്ത്രം. ഒന്നിരിക്കൽ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കണം. അതേ സമയത്ത് സിനിമയും നാടകവും തോന്നിയാസവും ഡാൻസും എല്ലാ വൃത്തികേടും വീടായ വീട് മുഴുവനും നിറച്ച് തമാടികളെയും മുഴുവനും വീടുകളിൽ ഇന്നത്തെ ഉപകരണത്തിലൂടെ ക്ഷണിച്ചു വരുത്തി മനുഷ്യന്റെ വീട് നാശായി, വീട്ടിന്റെ അകത്തളം നാശമായി. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് തമാശ പറയല്ല, ചിന്തിക്ക്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് അക്കാദമിക്കൽ വിവരങ്ങളില്ല, പക്ഷെ ആവറേജ് മനുഷ്യന് സാധ്യതയുണ്ട്. കാണേണ്ടവരെ കണ്ട്, കേൾക്കേണ്ടവരെ കേട്ട്. ഇന്ന് കാണേണ്ടവരെ കാണുന്നും ഇല്ല, കേൾക്കേണ്ടവരെ കേൾക്കുന്നും ഇല്ല. പിന്നെ കാണാൻ പാടില്ലാത്തവരെ കാണുന്നു, കേൾക്കാൻ പാടില്ലാത്തവരെ കേൾക്കുന്നു. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. മനസ്സ് തുറക്കുക, അള്ളാഹു കാക്കട്ടെ. ഹൃദയം നന്നാവാണ്ട മരുന്ന് 5 എണ്ണമാണെന്ന് അതിക്കയിലുണ്ട്. ഹൃദയം നന്നാക്കാനുള്ള മരുന്ന് 5 എണ്ണമാണ്. ഒന്ന് ഖുർആൻ ഓതുക തന്നെ. വയറിനെ കാലിയാക്കുക തന്നെ. ഒന്ന് എപ്പോഴും ഖുർആൻ ഓതുക. 2 വയറ് കാലിയാക്കുക. 3 രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. 5 കാര്യം കൊണ്ട് മനുഷ്യൻ നന്നായി തീരും. ഒന്ന് ഖുർആൻ ഓതുക, 2 വയറ് കാലിയാക്കുക, 3 രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക, 4 രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവിനോട് യാചിച്ച് ദുആ ചെയ്യുക. അതാ 4. 5-മത്തെ കാര്യം എന്താ? 5-മത്തെ കാര്യം ശ്രേഷ്ഠന്മാരായ സാലിഹീങ്ങളുടെ മജ്‌ലിസുകളിൽ ഹാജരാവുക. സാലിഹീങ്ങളുടെ മജ്‌ലിസിൽ പോയിരിക്കുക. അപ്പോൾ കേൾക്കേണ്ടവരെ കേൾക്കുക, കാണേണ്ടവരെ കാണുക. ഇതാണ് മനുഷ്യന്മാർ ഒരു കാലഘട്ടത്തിൽ നന്നാവാനുള്ള അടിസ്ഥാനം. ഈ അടിസ്ഥാനം അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മളെ വീടുകളിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. നാശമായതിൽ നല്ലൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. വീട്ടിൽ അള്ളാഹുവിൻ്റെ വെളിച്ചം ഇന്ന് ഇല്ല. എന്തുകൊണ്ട് വീട്ടിൽ അള്ളാഹിൻ്റെ വെളിച്ചമില്ല? ഞാൻ പറഞ്ഞില്ലേ, കാണേണ്ടവരെ കാണുക, കേൾക്കേണ്ടവരെ കേൾക്കുക. ഇതാണ് സത്യത്തിൽ മനുഷ്യൻ നന്നാകുന്നതിൻ്റെ അടിസ്ഥാനം. നമ്മളെ വീടുകളിലൊക്കെ മൗലിദ്, മാലകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ കാണവണ്ടവരെ കാണലും കേൾക്കേണ്ടവരെ കേൾക്കലുമാണ്. കാണാൻ കഴിഞ്ഞില്ല, കാരണം അവരുടെ കാലം നമ്മളെ കാലവും 2ആണ്. എന്നാ പിന്നെ അവരെ പറ്റി പറഞ്ഞു കേൾക്കുക. ചിന്തിക്ക്. ഖുർആനോടും മൗലിദോടും റബീഉൽ ആഖിറിൽ സുദ്ദീഖ് മൗലിദോടും മുഹീദ്ദീൻ റാത്തിബ് ചൊല്ലും. മുഹീദ്ദീൻമാരെ എടുത്ത് ചൊല്ലും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിലാണ് നഫീസത്തു മാല. റളിയല്ലാഹു അൻഹാ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഈ മഹദി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹസൻ അൻവറിന്റെ മകളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ചിന്തിക്കണം. അവർ വലിയ മഹദിയായിരുന്നു. അവര് സ്വന്തം വീട്ടിലെ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ ഇറങ്ങിയിരുന്ന് 6000 തവണ ഖുർആൻ ഖത്തം തീർത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ.
ഖബറിൽ ഇറങ്ങിയിരുന്ന ഖത്തം തീർത്തു 6000 വട്ടം. 6000 ഖത്തം തീർത്തു. പിന്നെ വഫാത്തായി. വലിയ മഹദിയാണ്. മക്കക്കാരിയായിരുന്നു. മക്കയിൽ ജനിച്ചവരെ മിസ്രിലാണ് ഖബറുള്ളത്. വലിയ മഹദിയ. എപ്പോഴും ഖുർആൻ ഇരുന്നോടും. സ്വന്തം പോരെ തന്നെ ഖബർ കുഴിച്ച് ഖബറിൽ ഇറങ്ങിയിരുന്ന് 6000 തവണ ഖുർആൻ ഖത്തം തീർത്ത് വഫാത്തായി നഫീസത്തുൽ മിസ്രിയ. ഈ മഹദിയെ പറയുന്ന ഒരു ശൈലി അതിന് ആ മഹദിയെ നമ്മുടെ വീടുകളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നഫീസത്തുൽ മാല ഉണ്ടായത്. അത് വീട് വീടാന്തരം പറയുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ സിനിമയും അല്ല ഡാൻസും അല്ല ഉള്ളത്. സത്യത്തിൽ അതിന് പകരം എന്താണ് ഈ മൊഹീദ്ദീൻ മാലയും? ഇതൊരു ആവിഷ്കാരമാണ്. അത് മൊഹീദ്ദീൻ മാലയാണ്, റിഫായി മാലയാണ്, നഫീസത്ത് മാലയാണ്. അതാണ് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ. ഇന്നതല്ല. ഇന്നത്തെ സിനിമക്ക് പകരം അക്കാലത്ത് അതാ ഉള്ളത്. അവരെ പറ്റി പറയുമ്പോൾ അത് മനക്കണ്ണിലൂടെ അവരെ കാണുക. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത ചിന്തിക്കണം. കേരള പട്ടണത്തിന്റെ പരിസരത്ത് എവിടെ ഒരാൾ മരിച്ചാലും ആ മഹദിയുടെ ഖബറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് മയ്യത്ത് നിസ്കരിക്കുക. ആ മയ്യത്ത് നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് കൈറോ നിവാസികൾ പഴയ കാലം മുതലേ വിശ്വസിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ ഹസൻ സാനിയുടെ മകളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ ചിന്തിക്കും. അതോടുകൂടെ പ്രസവിക്കാൻ നേരം വൈകിയാൽ അവരുടെ ഈ മാലപ്പാട്ട് പാടും. നഫീസ എന്ന പേരുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. നഫീസ എന്ന പേരുള്ള ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ നമ്മളെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു 40 വയസ്സിൻ്റെ താഴെയുള്ള ഒരാൾക്ക് നഫീസ എന്ന പേരിലുള്ള ഒരു മകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പഴയ തലമുറയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഒരു 40 വയസ്സിൻ്റെ താഴെ നഫീസ എന്ന പേരിൽ നമ്മളെ നാട്ടിലൊരു പെണ്ണുണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൈ പൊക്കാം. എൻ്റെ പേരിലുണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കാം. ചിന്തിക്കും. ഉണ്ടെങ്കിൽ അങ്ങനെ കൈ പൊക്കാം. നമ്മളെ സ്വാധീനമാണ് ഞാൻ ഈ പറയുന്നത്. അവനവൻ കേൾക്കുന്നതിനെ അവനവൻ സ്വാധീനിക്കും. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്നത് നമുക്ക് സ്വാധീനമാവും. നമ്മൾ സ്വാധീനിക്കും. ചിന്തിക്കും. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്നത് അള്ളാന്റെ ഹബീബിനെ പറ്റിയാണെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കും. മോശപ്പെട്ട ഒരാളെ പറ്റിയാണെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കും. പേര് സ്വാധീനിക്കും. നഫീസ എന്നത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ. ഉറക്കപ്പറ, വെറുതെ ഇരിക്കല്ല. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഈ മഹദിയുടെ പേര് നമ്മുടെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പറയുന്ന പതിവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലഘട്ടത്തിൽ ആ സമ്പ്രദായമെല്ലാം നമ്മളെ നാടുകളിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ എല്ലാവരും ചിന്തിക്കണം. അപ്പൊ നമ്മളെ വീട് പഴയ കാലത്തൊക്കെ നല്ല റാഹത്തുണ്ടായിരുന്നു. ആ അവസ്ഥ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പഴയ കാലത്തെ മുഅ്മിനീങ്ങളുടെ ശൈലികളിലേക്ക് നമ്മളെ നാട് തിരിച്ചു വരണം. അല്ലാതെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടൂല. ചിന്തിക്കും. 40 വയസ്സിന്റെ താഴെ നഫീസ എന്ന പേരിലുള്ള ഒരു പെണ്ണ് നമ്മളെ നാട്ടിൽ ഇന്ന് കാണൂല. പഴയ തലമുറയിലൊക്കെ ഉണ്ടാവും. ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെണ്ണിനൊക്കെ നഫീസ എന്ന പേരുണ്ടാകാം. ഒരു 40 വയസ്സിന് അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ആ ശൈലി നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തുപോയി. പകരം പുതിയ പേരുകൾ വന്നു. ആ പേരിന്റെ അടിസ്ഥാനമില്ല. ചിലപ്പോൾ സിനിമ, ചിലപ്പോൾ നാടകം, ചിലപ്പോൾ പാട്ട്. ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ട്? മനുഷ്യൻ കാണുന്നതിനെയും മനുഷ്യൻ കേൾക്കുന്നതിനെയും അവന്റെ കൽബ് സ്വാധീനിച്ചു. അവന്റെ കൽബിനെ അവൻ കാണുന്നതും കേൾക്കുന്നതും സ്വാധീനിച്ച് അവന്റെ കൽബ് നാശമായി.
ഇന്ന് സിനിമകൾക്കും നാടകങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും മനുഷ്യൻ അടിമകളാണ്. വീടായ വീടുകളിൽ മുഴുവനും എണ്ണീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ പഴയകാല നന്മയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പഴയകാല മോമിനിയങ്ങളുടെ അപദാനങ്ങൾ, പഴയകാല മോമിനിയങ്ങളുടെ സ്വാധീനങ്ങൾ, അവരെ പറ്റി പറയുക, അവരെ പറ്റി കേൾക്കുക, അവരുടെ പേരിടുക. പേരിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര്, ഇതെല്ലാം പേരിൽ ശ്രദ്ധിക്കണം. നല്ല നല്ല പേരിടണം. നിങ്ങൾ നിങ്ങളുടെ പേരും മക്കളുടെ പേരും നന്നാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നല്ല പേരിടണം. നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് നല്ല പേരിടണം. നിങ്ങളുടെ പേരും നിങ്ങളെ പിതാക്കളുടെ പേരും ചേർത്ത് മഹ്ശറിൽ വിളിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും പേര് നന്നാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് പേരിടണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കൽബ് സ്വാധീനിച്ച പേരാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൽബ് ബന്ധിച്ച ആളുകൾ എന്ത് ചെയ്യും? അവർ ആ നിലക്കാണ് അവരുടെ പേരുകൾ വരിക. എന്നാൽ ഇന്നത്തെ അവസ്ഥ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. വീടുകളിൽ ഇസ്ലാമിയത്തില്ല. വീടുകളിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ നാമമോ ഭാര്യമാരുടെ നാമമോ ഇല്ലാതാകാനുള്ള കാരണം എന്താ? റസൂൽ വീട്ടിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനവും വീട്ടിലില്ല. ഈ നിലക്ക് നമ്മുടെ നാട് ഇന്ന് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി ഹക്കായ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നേരായ വഴിക്ക് പോകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതം പഴയകാല സാലിഹ്യങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഓരോരുത്തരും ഇത് ചിന്തിച്ച് മനസ്സിലാക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങള് ഊതിയ കുറച്ച് തേനുണ്ട്. ഇന്നലെ കുറച്ച് തേന് കൊണ്ടുവന്നിരുന്നു. അത് എല്ലാവർക്കും തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട എംപിച്ച് കോയത്തങ്ങൾ ഊടിയ കുറച്ച് തേനുണ്ട്. ആ തേന് ഇവിടെ വിതരണം ചെയ്യും. ഒരു 300 രൂപയെങ്കിലും അതിന് നൽകി ആ തേന് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട SKSFിലെ പ്രവർത്തകന്മാർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം കിട്ടിയാൽ അത് മദ്രസയിലേക്ക് അവർ ഉപയോഗപ്പെടുത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒന്ന് ദീനി ദഅവത്ത് നിലനിൽക്കണം, 2 മദ്രസകൾ നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിലുള്ള ആളുകൾ ആരാണെങ്കിലും ഒന്നും എണീറ്റ് വന്നാൽ ഒരു 300 രൂപ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത ആളുകൾക്കും അത് വാങ്ങാവുന്നതാണ്. ഒരു 300 രൂപ എങ്കിലും കൊടുത്ത്, ഇനിയിപ്പോൾ തൽക്കാലം ഇന്ന് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ സൗകര്യപ്രകാരം പിന്നീട് കൊടുത്താൽ മതിയാവും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീന് പഠിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയും കർത്തവ്യവുമാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഒരു അടിത്തറയാണ്. ബഹുമാനപ്പെട്ട പള്ളിയിലുള്ള ഇബാദത്ത്, നമ്മൾ 5 വഖത്ത് ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, ആ ഇബാദത്ത് അതിൻ്റെ ഷർത്തനുസരിച്ച് ചെയ്യണമെങ്കിൽ മദ്രസകൾ ഉണ്ടായിരിക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്.
എല്ലാ നിലയിലും ബഹുമാനപ്പെട്ട SKSF-ന്റെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആര് ഈ സദസ്സിലുള്ളവർ ഒന്ന് എണീറ്റ് വന്നാൽ ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ കൂടിയ തേനാണ്. സദസ്സിലുള്ളവർ തൽക്കാലം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ കൊടുത്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ടവർ ആയത്തു ഷിഫായും മറ്റും ഓതിയിട്ട് ഊടിയ ഷിഫാന്റെ തേനാണ്. അതിനൊക്കെ ഒന്ന് തേൻ എന്ന നിലയിൽ അത് ഷിഫയാണ്. രണ്ടാമത്തത് അത് ബഹുമാനപ്പെട്ടവർ തങ്ങളവർ പ്രത്യേകമായ ആയത്ത് ഷിഫ ഓതിയിട്ട് ദുആ മന്ത്രിച്ചതാണ്. അപ്പം അതിനൊക്കെ വലിയ ഫലമുണ്ടാകും. അള്ളാഹിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളിൽ വല്ല അസിലുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സയ്യിദ് അവർകൾ. ആ സ്ത്രീ ആണുങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാം, സ്ത്രീകളൊക്കെ ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോമിനീങ്ങളെ, ആരെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്ത് ബാക്കിയുണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ സ്ത്രീകളെ ഭാഗത്തേക്ക് കൊടുത്തേക്കും. ബിസ്മില്ലാ. ബഹുമാനപ്പെട്ട ഈ ദീനീ ദഅവത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനം വളരെ വിലപ്പെട്ടതാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. ബിസ്മില്ലാ. മോമിനീങ്ങളെ, ഈ പരിപാടി എല്ലാവരും സഹായിക്കണം. നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ബഹുമാനപ്പെട്ട ദീനിന്റെ നന്മക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പം ആ നിലക്ക് ഇതിനെ എല്ലാവരും സഹായിക്കണം. ആ തേനിൽ ഷിഫയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ആയത്തു ഷിഫ ഓതി മന്ത്രിച്ച തേനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതോടുകൂടെ തന്നെ ഈ ബഹുമാനപ്പെട്ട ദീനീ ദഅവത്തും അതോടുകൂടെ തന്നെ മദ്രസയുടെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഇതിൽ മിച്ചം കിട്ടിയാൽ അതെല്ലാം മദ്രസക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തണം എന്നവർക്ക് താല്പര്യമുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴ്ഘടകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനം വളരെ വിലപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാവരും നിന്നും സ്വീകരിക്കട്ടെ. അതോടുകൂടെ തന്നെ മദ്രസക്ക് ആവശ്യമായ കാര്യങ്ങളിലും എല്ലാവരും ദാനം ചെയ്യണം. ഇന്നും നാളെയൊക്കെ ഈ പരിപാടി അവസാനിക്കുമ്പോൾ ആ കാര്യവും ഭംഗിയായി തീരണം. അപ്പം അതൊക്കെ എല്ലാ ആളുകളും കാര്യഗൗരവം പരിഗണിക്കണമെന്നും ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم മുഅ്മിനീങ്ങളെ ബക്കറ്റുമായി കുട്ടികൾ വരുന്നുണ്ട് നിങ്ങളെല്ലാം ആത്മാർത്ഥമായി നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മദ്രസയിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സ്വാലിഹ് AK എന്ന വിദ്യാർത്ഥി ഒരു രോഗത്തിൻ്റെ അടിമപ്പെട്ടുകൊണ്ടാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ദുആ ചെയ്യും, അതിൽ ഉൾപ്പെടുത്തണം. അതേപോലെ ഒരു അനുഭാവി നേരത്തെ മദ്രസയിലേക്ക് 10 ചാക്ക് സിമന്റ് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരാൾ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 5 ചാക്ക് സിമന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ നേരത്തെ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു 200 രൂപ മറ്റൊരാളെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തും. ഇന്നലെ നമ്മൾ തേൻ കൊണ്ടുപോയി അതിൻ്റെ പൈസ ഉസ്താദിൻ്റെ അടുത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ സംഘാടകരുടെ അടുത്ത് ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നും നേരത്തെ തങ്ങളും അപ്പ കുറെ സമയം ഇരുന്ന് മന്ദിരിച്ച് ഊതിയതാണ്. ആ തേൻ വാങ്ങിക്കുകയും അതിൻ്റെ പണം ഇന്നോ നാളെയുമായി എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സിമന്റ് നമ്മുടെ മദ്രസയിലേക്ക് ആവശ്യമുള്ളത് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിമന്റ്, അതേപോലെ പണിക്കൂലി, മദ്രസയിലേക്ക് ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, അതേപോലെ ലൈറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. കഴിയാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയുമായി വാഗ്ദാനം ചെയ്യുകയും അതതിൻ്റെ ആവശ്യമായ സമയത്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും. മുഅ്മിനീങ്ങളെ, മദ്രസയിലേക്ക് വാഗ്ദാനം ചെയ്യുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നറിയിക്കുന്നു. ആരെങ്കിലും മദ്രസ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും കടമയാണ്. മദ്രസ ഉണ്ടായാലേ പള്ളി ഉണ്ടാകൂ. കാരണം മദ്രസയിൽ പഠിക്കുന്ന പഠിപ്പ് അള്ളാഹു പൊരുത്തപ്പെട്ട പഠിപ്പ് അവിടെ വെച്ച് പഠിപ്പിച്ചാൽ മാത്രമേ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിലാകൂ. ആർക്കെങ്കിലും ഈ സദസ്സിൽ ദാനം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സിമൻ്റായിട്ടോ മറ്റോ ദാനം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഒന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേണ്ടി പ്രത്യേകം ഈ മജ്‌ലിസിൽ ദുആ ചെയ്യും എന്നറിയിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ദുആ ചെയ്ത് അവസാനിപ്പിക്കും. ആരെങ്കിലും 10 ചാക്ക് സിമന്റ് ഒരാൾ പറഞ്ഞതായി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറും റഹ്മത്തും ബറക്കത്തും അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. ഒരു സഹോദരൻ 3 ട്യൂബിലേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ സ്വതഖയെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വലിയ ഖൈറായ പ്രതിഫലവും അല്ലാഹു നൽകട്ടെ. വലിയ ഖൈറായ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. വലിയ റഹ്മത്തിൻ്റെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ. ആ സ്വതഖക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകട്ടെ. നേരെ 10 ചാക്കൻ സിമന്റ് പറഞ്ഞ ആൾക്കും അവർക്കെല്ലാം അല്ലാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. മക്കളെ അല്ലാഹു തആല സാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. എല്ലാവിധ മുസീബത്തിൽ നിന്നും അല്ലാഹു അവരെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. ആരെങ്കിലും മദ്രസക്ക് വേണ്ടി ഇങ്ങനെ ദാനം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആരെങ്കിലും ദാനം ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പറയാം. സാമ്പത്തികമായി വളരെ പ്രയാസം ആളുകൾക്കൊക്കെ ഉണ്ട് എന്നറിയാം. എന്നാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. മദ്രസയുടെ കാര്യവും ഭംഗിയായി നടക്കണം. കാരണം അത് നമ്മളെ അടുക്കള നടന്നിട്ടുണ്ടെങ്കിലും നടക്കേണ്ട കാര്യമാണ്. നമ്മളെ അടുക്കളയിൽ ക്ഷീണം വന്നാലും മദ്രസയിൽ ക്ഷീണം വരരുത്. കാരണം മദ്രസ എന്നത് നമ്മുടെ ദീനുമായും നമ്മുടെ നാളത്തെ ഖബറുമായും മഹ്ശറുമായും ബന്ധപ്പെട്ടതാണ് മദ്രസ.
അടുക്കളയേക്കാൾ പ്രധാനമാണ്. നമ്മളെ അടുക്കളയിൽ കമ്മി വന്നാലും, പഴയ കാലത്തെ സാലിഹ്യങ്ങൾ അങ്ങനെയായിരുന്നു, അടുക്കളയിൽ കമ്മി വന്നാലും അവർ ഒരു കാരണവശാലും അവർ ദീനീ സ്ഥാപനങ്ങളിൽ പള്ളി, മദ്രസ, ദർസ് എന്നിവയിൽ കമ്മി വരുത്തൂല. കാരണം അതിൽ കമ്മി വന്നാൽ പിന്നെ ദീനിന് തന്നെ നഷ്ടം സംഭവിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആർക്കെങ്കിലും സിമൻ്റായോ കമ്പിയായോ മറ്റു സാധനങ്ങളായോ എംസാൻഡായോ മറ്റോ എന്തെങ്കിലും ആയിട്ട് ദാനം ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും എന്നറിയിക്കുന്നു. അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും അവനവനാൽ കഴിയുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തിക പരാധീനതയും വിഷമമൊക്കെ ഉള്ള ഒരു കാലമാണ്. എന്നാലും ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്ന സ്വതക്കക്ക് തന്നെ പ്രത്യേകതയുണ്ട്. അൽഹംദുലില്ലാഹ്, റസാഖ് എന്ന ആൾ മദ്രസയിലേക്ക് വേണ്ട മൊത്തം ബൾബ്, അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും മക്കൾ, ഭാര്യമാരെല്ലാവരുടെയും ഖബർ പ്രകാശിക്കാൻ ഈ സദഖ സബബാക്കണമേ റബ്ബേ. അവരെ ഉമ്മാക്കും ബാപ്പാക്കും ഖബർ, വല്യമ്മ വല്യപ്പ അവരുടെയൊക്കെ ഖബർ പ്രകാശിക്കാൻ, സന്തോഷം കൊണ്ട് പ്രകാശിക്കാൻ, ആ ഖബറിലെ ഇരുട്ട് നീങ്ങാൻ ഈ സദഖ ഒരു സബബാക്കണമേ അല്ലാഹ്. ഈ സദഖ ഒരു സബബാക്കണമേ അല്ലാഹ്. ഈ സദഖ ഒരു സബബാക്കണമേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ, ആ സദഖ നീ സ്വീകരിക്കണമേ റബ്ബേ. മുസീബത്തുകളെ തൊട്ട് അദ്ദേഹത്തെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, മുന്നിലും പിന്നിലും നിന്റെ നൂറാനിയത്ത് അദ്ദേഹത്തിന് നീ നൽകണമേ തമ്പുരാനെ. മദ്രസയിലേക്ക് ആവശ്യമായ മൊത്തം ബൾബുകളും ഏറ്റിട്ടുള്ള അദ്ദേഹത്തിന് വലിയ വെളിച്ചമാർന്ന ജീവിതം ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണമേ അല്ലാഹ്. ഒരു സഹോദരൻ 5 ആക്ക് സിമന്റ്. ആമീൻ. അല്ലാഹുവേ, ആ സദഖയും നീ സ്വീകരിക്കണമേ. അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ആ സദഖയും നീ ഖബൂലാക്കണമേ അല്ലാഹ്. ആ സദഖയും നീ ഖബൂലാക്കണമേ റബ്ബേ. എൻ്റെ ഫുസഹാത്തുൽ ജന്നാത്തിൽ നിന്ന് അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ഇടം നൽകണമേ തമ്പുരാനെ. അദ്ദേഹത്തിന് മരിച്ചവർക്കും നീ പ്രത്യേക മഗ്ഫിറത്ത് നൽകണമേ തമ്പുരാനെ. അദ്ദേഹത്തിന് നീ ഖൈറും റഹ്മത്തും അധികരിപ്പിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരൊക്കെ എടുക്കുന്ന പെട്ടിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നീ തിരിച്ചു നൽകണമേ അല്ലാഹ്. നീ അവരെ സഹായിക്കണമേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ സഹായിക്കാനുള്ളവരുണ്ടെങ്കിൽ പറയണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. മദ്രസ ഈ പറഞ്ഞതുപോലെ അതൊക്കെ നന്നായി തീരണമല്ലോ. മദ്രസയുടെ പണിയൊക്കെ പൂർത്തിയാവണമല്ലോ. അതൊക്കെ അനിവാര്യമല്ലേ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ച് ദുആ ചെയ്യും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ലാഹു പിന്നെ അല്ലാഹ് പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതൊക്കെ നന്നായി തീർന്നാലേ കാര്യമുള്ളൂ. അല്ലാഹ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനമാണ്. അല്ലാഹുവിൻ്റെ നാഫിയാ ഇൽമ്, 1 മണിക്കൂർ ഇൽമ് പഠിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 മണിക്കൂർ ഇൽമ് പഠിച്ചാൽ ഒരു നാട്ടിലെ സ്വർഗമാകുന്നത് 1 മദ്രസയാണ്. മദ്രസ സ്വർഗമാണ്. എന്തുകൊണ്ടത് മജ്ലിസുൽ ഇൽമാണ്. അത് ഇൽമിന് വേണ്ടി കെട്ടിണ്ടാക്കിയ സ്ഥാപനമാണ്. ഇൽമ് സ്വർഗമാണ്. പള്ളി പോലും സ്വർഗമാകണമെങ്കിൽ പള്ളിയിൽ ദർസ് ഉണ്ടാവണം. മദ്രസ സ്വർഗമാണ്. പള്ളി ഇബാദത്തിന്റെ സ്ഥലമാണ്. പക്ഷെ അതിന് സ്വർഗം എന്ന് പറയണമെങ്കിൽ അവിടെ ഇൽമുണ്ടാകണം, അവിടെ മജ്ലിസുൽ ഇൽമുണ്ടാകണം. 2 സ്ഥലത്താണ് മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ബൈത്തി വ മിമ്പരി, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിൽ സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം ആലിമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണത്. അവിടെ ഇൽമിൻ്റെ ലോകം കണ്ട ആലിം നടന്ന സ്ഥലമാണ്. പിന്നെ ഇൽമുള്ള, പിന്നെ സ്വർഗമുള്ള സ്ഥലം മജ്ലിസുൽ ഇൽമാണ്. അപ്പോൾ ഇൽമിന് വേണ്ടി കെട്ടിണ്ടാക്കിയ സ്ഥാപനമാണ് മദ്രസ. അത് വലിയ സ്വർഗീയമായ ഭവനമാണ്. അതിനാര് സഹായിച്ചാലും അതൊരു സ്വർഗത്തിലേക്കൊരു സബബായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഒരാൾ ട്യൂബ് ലൈറ്റ് ഏറ്റതുപോലെ, ഒരാൾ 10 ചാക്ക് സിമൻറ്റ്, 5 ചാക്ക് സിമൻറ്റ് ഒക്കെ ഏറ്റതുപോലെ, ഒരാൾ മൊത്തം ബൾബ് ഏറ്റതുപോലെ എന്തെങ്കിലും അവിടേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം. അല്ല അതിൻ്റെ പകുതി ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ ഇത്ര റുപ്യ കൊടുക്കാം എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയും എണീക്കാം. അള്ളാഹുവിന് വേണ്ടി യാചിക്കുക എന്നത് മുഅ്മിനിന്റെ ഒരു കടമയാണ്. അള്ളാഹുവിൻ നമ്മൾക്ക് വേണ്ടി നിന്നരായി യാചിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന് വേണ്ടി യാചിക്കുക എന്നൊരു മുഅ്മിനിന്റെ ഇസ്സത്താണ്. അള്ളാഹ്ക്ക് വേണ്ടി യാചിക്കാം, കാരണം അള്ളാഹിന്റെ മുതലാണ്. പിന്നെ യാചിക്കുക എന്നതിനൊരു അർത്ഥം പോലും ഇല്ല. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകുന്നതിൽ നിന്ന് അവർ ദാനം ചെയ്യുമെന്നാണ്. അള്ളാഹു തന്നതിൽ നിന്ന് നാം കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുതലാണ്, അള്ളാഹു തന്നതാണ്. അള്ളാഹു തആല ചൂണ്ടിയ സ്ഥാപനങ്ങളും അതിന്റെ ഖൈറുകളിലേക്കുമാണ് അത് ദാനം ചെയ്യേണ്ടത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും എണീറ്റ് നിൽക്കാം. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി പൂർത്തിയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഈ നാട്ടിന് പ്രത്യേകമായ ഖൈറും ബറക്കത്തും ഇസ്സത്തും സലാമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വ തുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن ترفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع ووباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وصحابه الأخيار. പടച്ചോനെ റബ്ബേ, ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ആ ബദ്ധങ്ങളെ നീ മാപ്പാക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഖൈറായ വാക്കുകൾക്ക് നീ പ്രതിഫലം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധ സത്യദീൻ നാട്ടിൽ നടപ്പിലാക്കാൻ, അഹ്ലു സുന്നത്ത് വൽ ജമാഅ നാട്ടിലേൽപ്പിക്കപ്പെടാൻ, അല്ലാഹുവേ, അത് ഈ ഏത് നാട്ടിലും ഏറ്റവും ഖൈറായ ദീനായി മാറണമേ പടച്ചോനെ. വീടിൻ്റെ അകത്തങ്ങളങ്ങളിൽ നിന്ന് അല്ലാഹുവേ, ഇന്നുള്ള തോന്നിയാസങ്ങളിൽ, സിനിമ, നാടകം, തോന്നിയാസങ്ങളൊക്കെ എടുത്തു പോകണമേ തമ്പുരാനെ. ആ സ്ഥലത്ത് മൗലിദുകൾ, മാലകൾ, മഹാന്മാരെ അപദാനങ്ങൾ, ഇതൊക്കെയാണ് വീടിൻ്റെ വ്യത്യാസം. ഓരോ കാലഘട്ടത്തിലും കുടുംബങ്ങളിൽ തോന്നിയാസങ്ങൾ കയറി കൂടുമ്പോൾ അതിനെ പഴയ കാലത്തെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട് തിരുത്തി നന്നാക്കുമ്പോഴാണ് കുടുംബം നന്നായി തീരുക. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണമേ റബ്ബേ. ഒരു ഇസ്ലാമിക കുടുംബമാകണമെങ്കിൽ ആ കുടുംബത്തിൽ യാസീനോട്ട് നടക്കണം, അവിടെ തബാറക്ക് നടക്കണം, അവിടെ വാക്യ നടക്കണം.
അവിടെ വൈകുന്നേരമായാൽ മൗലിദ് നോക്കണം, നടക്കണം, മജ്‌ലിസുന്നൂർ നടത്തണം, ഹജ്ജാത്ത് നടത്തണം. എല്ലാ ഖൈറായ കാര്യങ്ങളും നടന്നാലേ അവിടുത്തെ ശൈത്താൻ ഒഴിവായി അവിടെ മോമിനിങ്ങളെ വീടാവുള്ളൂ. നീ തൗഫീഖ് തരണമേ തമ്പുരാൻ, നീ സഹായിക്കണമേ റബ്ബേ. ദീനിനെ സഹായിക്കുന്നവരെ എല്ലാം നീ സഹായിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, വലിയ ഖൈറിന്റെ വാതിൽ തുറന്നു കിട്ടണമേ അല്ലാഹ്. $500 ഒരു സഹോദരൻ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണമേ റബ്ബേ. ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണമേ റബ്ബേ. ഖൈർ അധികരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവിധ നിഅമത്തും അധികരിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഈ പള്ളിപ്പറമ്പിൽ മരിച്ചു കിടക്കുന്ന എല്ലാ മുസ്ലിമാത്തിനും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഈ മഹല്ല് ഐക്യത്തിന്റെ മഹല്ലായി നിലനിൽക്കണമേ അല്ലാഹ്. പരസ്പര ബഹുമാനം, ഐക്യം ഇതൊക്കെ നിലനിൽക്കണമേ റബ്ബേ. പരസ്പര ബഹുമാനവും ഐക്യവും നിലനിൽക്കണമേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിന് വിജയം നൽകണമേ റബ്ബേ. ബിദ്അത്തിനെയും ളലാലിയത്തിനെയും നിർവീര്യമാക്കി കളയണമേ തമ്പുരാനെ. അല്ലാഹുവേ, ആലിമിന്റെ ഇൽമിലും മുതഅല്ലിമിന്റെ തലബിലും നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ഉമറാക്കളുടെ കൽപ്പനാധികാരത്തിൽ ബറക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. എല്ലാവിധ ഖൈറും റഹ്മത്തും ഈ നാടിൽ നീ നൽകണമേ തമ്പുരാനെ. എല്ലാ മുസീബത്തിനെ തൊട്ടും കാക്കണമേ റബ്ബേ. ക്യാൻസർ പോലെയുള്ള ഭയപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള മരണം, അപകട മരണം എന്നിവയെ തൊട്ടും കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഹറമൈൻ ശരീഫൈനെ നീ സംരക്ഷിക്കുകയും അവിടങ്ങളിലേക്ക് ഹജ്ജിനും ഉംറക്കും ഞങ്ങളെ എത്തിക്കണമേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മദീനത്തു ശരീഫായിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വജ്ഹു ഷരീഫിന്റെ മുന്നിൽ പോയി സലാം പറയാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ആ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള വഴി ഒരിക്കലും ഞങ്ങൾക്ക് മുടങ്ങിപ്പോകരുതേ തമ്പുരാനെ. അല്ലാഹുവേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ അല്ലാഹ്. ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുത്തരണമേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നതനായ നേതാവ് കൂട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് നീ പ്രത്യേക മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. പ്രത്യേക മർഹമത്ത് നൽകണമേ അല്ലാഹ്. ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم.